വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനൊക്കെ ഇതാ പോക്കറ്റ് മണി വേണോ, 4 ദിവസം കൊണ്ട് ഈ കോഴ്സ് ചെയ്താൽ മതി. മൊത്തത്തിൽ കണ്ണ്, പുരികൻ, ചുണ്ട്, ഫേസ്, ഹെയർ ഇത്രയാകുമ്പോഴത്തേനും ഒരു പെണ്ണ് ഏകദേശം ഒരു ബാഹ്യമായ സൗന്ദര്യമായല്ലോ. പക്ഷെ ആന്തരിക സൗന്ദര്യം മുഖശ്രീ വർണ്ണങ്ങൾ ഉള്ളിൽ നിന്ന് വരണം കേട്ടോ, അത് വേറെ കാര്യം. ഒരു 45 കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ലേഡീസിൻ്റെ ലൈഫ് കഴിഞ്ഞു, ഇനിയിപ്പം നമ്മളെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്നേ. വർക്ക്ഷോപ്പിൽ കൂടുതൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? മൈക്രോ ബ്ലേഡിംഗ്, ഐലാഷ് എക്സ്റ്റൻഷൻ, നെയിൽ ആർട്ട്, ഹെയർ എക്സ്റ്റൻഷൻ, ലിപ് കളറിംഗ്, സ്ത്രീകളെ സുന്ദരികളാക്കുക. ഈയിടെ എൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ 65 വയസ്സുള്ളൊരു അമ്മയുണ്ടായിരുന്നു. ഇത് പഠിക്കുന്നതിന് പ്രായം പ്രശ്നമല്ല, വിദ്യാഭ്യാസം പ്രശ്നമല്ല, ഇതിനൊരു മനസ്സ് മതി. 4 ദിവസം കൊണ്ട് ഒരു കൈത്തൊഴിൽ പഠിക്കുന്ന പോലെ ഉറപ്പായിട്ടും നമുക്കിത് വേറെ ചെയ്തു തുടങ്ങുകയും ചെയ്യാം. 4 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എനിക്ക് ആരുടെയും സിമ്പതി ഇഷ്ടമല്ല കേട്ടോ. എനിക്കങ്ങനെ സിമ്പതി താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം എനിക്കൊരു ദുഃഖം അത് എൻ്റെ മാത്രം ദുഃഖമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മ കേട്ടോ. എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക്. അത്ര ഈസി ടെക്നിക്കിലൂടെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഒരു ടെക്നിക്ക്, അതാർക്കും പറഞ്ഞു തരുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിരിക്കും. കാരണം അത്രയും വലിയൊരു സ്റ്റോറി ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ പലരും പല ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു മുടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ ഫുള്ള് ഡൗൺ ആയിട്ട് നേരെ ഡിപ്രഷനിലേക്ക് പോകുന്നു. ചിലർ ഇനി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ മടിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷനുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവേണ്ട ഒരുപാട് ആൾക്കാരിൽ അങ്ങനത്തെ സ്റ്റോറീസ് നമ്മുടെ ചുറ്റും ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ളവർക്കൊരു വലിയൊരു മോട്ടിവേഷൻ ആവട്ടെ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുമ്പോട്ട് പോയ വിജയം കണ്ടെത്താമെന്ന് തെളിയിച്ച ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമ്മുടെ പനമ്പിളിയാറിലുള്ള വളരെ വളരെ പ്രശസ്തമായ എക്സഡോസ് അക്കാദമിയുടെ അമരക്കാരി എന്ന് തന്നെ പറയാം, നമ്മുടെ സ്വന്തം റോസ്ലിൻ മാം. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നല്ലതായിട്ട് പോകുന്നു. നല്ല വിശേഷം പോകുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരായി നമുക്കിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യുന്നത് ഈ മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കുമെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് പിടിച്ചു പോയപ്പോൾ ഒരു ഉഗ്രൻ സ്റ്റോറി അടക്കുന്നത്. എന്തായാലും കൊള്ളാം. എങ്ങനെ പോകുന്നു നമ്മുടെ അക്കാഡമി? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പം തുടങ്ങി വെച്ചതിന് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതൊരു എക്സോഡസ് പോലെ തന്നെ ഒരു പുറപ്പാടാണ്, ഒരു യാത്രയാണ്. അതിന്റെ എക്സ്ട്രീമിൽ എത്തുക എന്നുള്ളതാണ് വിജയത്തിലേക്കുള്ള യാത്രയാണ്. ഇവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് അല്ലേ? വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഞാൻ ഈയിടെ കൂടി ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞു. നല്ല ഞാൻ പരസ്യം ഇട്ടിട്ട് നല്ല രീതിയിൽ കയറി കുറച്ച് പേർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ഉടനെ തന്നെ ഉണ്ടാവും. വർക്ക്ഷോപ്പിൽ കൂടുതൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? വർക്ക്ഷോപ്പിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയട്ടെ. പഠിച്ച കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ ബ്ലേഡിംഗ്, ഐലാഷ് എക്സ്റ്റൻഷൻ, നെയിൽ ആർട്ട്, ഹെയർ എക്സ്റ്റൻഷൻ, ലിപ് കളറിംഗ്, സ്ത്രീകളെ സുന്ദരികളാക്കുക. അപ്പോൾ അവരെന്താണോ അവർക്ക് അപാകത, അവർക്ക് ഒരു കോൺഫിഡൻസ് കുറവ്, ചിലപ്പോൾ ഹെയർ ഇല്ലാത്തതായിരിക്കും, ചിലർക്ക് അവർക്ക് പുരിക ഇല്ലാത്തതായിരിക്കും, ചിലർക്ക് ഫേസ് ഡാർക്ക്നെസ് ഒന്ന് മാറ്റണം. ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ നമുക്ക് അവർക്ക് സന്തോഷം കൊടുക്കുക. പുരിക ഇല്ലാത്തവർക്ക് പുരി ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഒരു 2-3 വർഷം വരെ അതുപോലെ നിൽക്കും. അതാണ് മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുന്നത്. 2-3 വർഷത്തോളം അതിന്റെ പിഗ്മെന്റ് ഒരു 3 വർഷം, അത് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് 2-3 വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യും. ചിലത് 4 വർഷവും നിന്ന് വരും. അപ്പോൾ നമ്മുടെ അക്കാഡമിയിലേക്ക് ഇപ്പോൾ വരുന്ന വീട്ടമ്മമാരുണ്ടാവും, പലരും ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ ടൈമിംഗ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? ടൈമിംഗ് വീട്ടമ്മമാർക്കും അത് എൻ്റെ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും ഏത് സമയം അവരുടെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ 10 മുതൽ 3 വരെയാണ് ടൈം. ഇപ്പോൾ ഒരാൾ ദൂരെ നിന്ന് വരുമ്പം എന്നോട് പറയാം, മാഡം എനിക്ക് 3 ദിവസം നിന്ന് പഠിക്കാൻ പറ്റില്ല, 2 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ടൈം കൂടുതലെടുത്ത് പഠിപ്പിക്കും. അതായത് 3:30 വെച്ച് സ്റ്റോപ്പ് ചെയ്താലും ആ 3-ാമത്തെ ദിവസത്തേത് 1-2 ദിവസങ്ങളിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ 5:30, 6 മണി, 7 മണി എത്ര മണി പഠിക്കാം. എനിക്കങ്ങനെ ഇതില്ല. കാരണം അവരുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കി അവർക്ക് പെട്ടെന്ന്, എന്നാൽ 2 ദിവസം കൂടെ ഒരു 3 അല്ല 4 ദിവസത്തേതും പഠിച്ചിട്ടേ പോകുള്ളൂ. പഠിച്ചു എന്നുള്ള ഉറപ്പാക്കിയിട്ടേ വിടത്തുള്ളൂ. എത്ര നാളത്തെ കോഴ്സാണ് ഇതിപ്പം മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയുമ്പോൾ വെറും 4 ദിവസം മതി. അതുപോലെ 4 ദിവസം കൊണ്ട് തീർത്തും നല്ലതായിട്ട് പഠിച്ച് ഹാപ്പിയായിട്ടാണ് പോകുന്നത് എൻ്റെ അടുത്ത് വരുന്ന ഓരോ സ്റ്റുഡൻസും. അതിനകത്ത് 18 വയസ്സ് മുതൽ
60 വയസ്സ് വരെയുള്ളവരുണ്ട്. ഓ ഇപ്പോൾ ഈയിടെ എൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ 65 വയസ്സുള്ളൊരു അമ്മയുണ്ടായിരുന്നു. ആണോ? ഓക്കെ. അപ്പോൾ അവരൊക്കെ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇത് പഠിക്കുന്നതിന് പ്രായം പ്രശ്നമല്ല, വിദ്യാഭ്യാസം പ്രശ്നമല്ല, ഇതിനൊരു മനസ്സ് മതി, നമുക്കൊരു ആഗ്രഹം വേണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 4 ദിവസം കൊണ്ട് ഒരു കൈത്തൊഴിൽ പഠിക്കുന്ന പോലെ ഉറപ്പായിട്ടും നമുക്കിത് വേറെ ചെയ്തു തുടങ്ങുകയും ചെയ്യാം 4 ദിവസം കൊണ്ട്. 4 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഓ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏൺ ചെയ്യാൻ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാം. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇവരൊക്കെ വിദേശം ഇങ്ങനെ ജോലി തേടി പോകുമ്പോൾ ഞാൻ അവർക്ക് സ്വന്തം ഇത്ര സാധ്യതകൾ നമ്മുടെ മുന്നിൽ കിടക്കുക. അപ്പൊ ഈ കിടക്കുന്ന സാധ്യതകൾ ഇവർ കാണുന്നില്ല, കാണാതെയാണ് ഇവര് വിദേശം എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നത്. കാരണം എനിക്ക് പൊയ്ക്കോട്ടെ, പക്ഷേ കുറേ സാധ്യതകൾ നമ്മുടെ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ആവശ്യക്കാരും ഉണ്ട്. എനിക്ക് കോളേജ് ചെയ്യുന്നവര് കോഴിക്കോട്, പിന്നെ അങ്ങനെ ദൂരെ പട്ടാമ്പി, പിന്നെ ഏതാ ട്രിവാൻഡ്രം, കൊല്ലം, അവിടെ നിന്നൊക്കെ ഉള്ളവർ എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത് സാധ്യത ഇല്ലാഞ്ഞിട്ടാണോ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു ഇതുപോലെ കൈത്തൊഴിൽ ഇതൊരു ചെറിയൊരു തൊഴിലാണ്. 4 ദിവസം 3 ദിവസം 2 ദിവസം. ഇപ്പൊ ഹെയർ എക്സ്റ്റൻഷൻ, സ്ത്രീകൾക്ക് ഇപ്പം മുടിയില്ല, അവർക്കിപ്പോൾ ഷോൾഡർ വരെ മുടിയുള്ളൂ. എനിക്ക് വേണമെങ്കിൽ അവർ പറയുന്ന അത്രയും അളവിൽ മുടിയാക്കി കൊടുക്കാൻ പറ്റും. 2.5 മണിക്കൂർ മതി. 2.5 മണിക്കൂർ അവർ ഉദ്ദേശിക്കുന്ന അത്രയും മുടിയാക്കി കൊടുക്കും. ഈ ലിപ്പ് കളർ ചെയ്യുന്നത് അതെങ്ങനെയാണ്? ലിപ്പ് കളറിംഗ് എന്ന് വെച്ചാൽ ഒരു 2, 3, 4 സിറ്റിംഗ് ഒക്കെ ആവശ്യമുണ്ടാവും. ബ്ലാക്ക് ആയിട്ടുള്ള ലിപ്പിനെ നമ്മൾ ആദ്യം ഒന്ന് ന്യൂട്രലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ട കളർ ഫസ്റ്റ് ചെയ്തു, സെക്കൻഡ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ സെക്കൻഡിൽ ഓക്കെ ആയേക്കാം, തേർഡിലാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും, ചിലർക്ക് 4th വരെ വേണ്ടി വരും. ഇത് എന്നിട്ട് എത്ര നാളത്തോളം ഇതിങ്ങനെ ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ അത് എന്തായാലും ഒരു വർഷം ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ ഇതൊക്കെ സിമ്പിൾ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ബിസിനസ് പോലെ കൊണ്ട് ഉറപ്പായിട്ടും ഇപ്പം എന്നെ ശ്രീനാഥിന് വേണേ തുടങ്ങാലോ. ഇത് ശ്രീനാഥിന് വേണമെങ്കിൽ സുഖമായിട്ടൊരു 4 ദിവസത്തെ ക്ലാസ് എടുത്താൽ, പ്രത്യേകിച്ച് ജെൻസ് ഒക്കെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ലേഡീസിന് കുറച്ചുകൂടെ ഒരു ധൈര്യമാണ്. 2 ദിവസത്തെ ക്ലാസ് ഉള്ളൂ ഹെയർ എക്സ്റ്റൻഷൻ. ഇപ്പൊ ഏടെ കാലഘട്ടമാണ്, ഇപ്പൊ ആങ്കർമാരൊന്നും ഇനി ആവശ്യമില്ലെന്നാ പറയണേ. അങ്ങനെ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടി വരും. ഇത് ശ്രീനാഥിന് ഒരു മിഷൻ നേരം കൊണ്ട് പഠിപ്പിച്ചു തരാൻ എനിക്ക് പറ്റും. കാരണം ഞാൻ പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ മറ്റ് അക്കാഡമി പഠിപ്പിക്കുന്ന പോലല്ല. കാരണം എനിക്കിപ്പോൾ 53 വയസ്സായി. അപ്പോൾ ഞാൻ 18 വയസ്സല്ല, ഞാൻ ചെറുപ്പം ഒരു 25 വയസ്സുകാരിയാണെങ്കിൽ ചിലപ്പോൾ 50 മൈനസ് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഈ 20 എല്ലാം കഴിഞ്ഞ് വന്ന് 53 വന്നതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് എനിക്ക് ഈ 18-കാരിയും 55-കാരിയും 60-കാരിയും ബാലൻസ് ചെയ്യാൻ പറ്റും. അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ. അതിനകത്ത് 100% എൻ്റെ അത്രയും ഗ്യാരണ്ടി ഞാൻ ഒരു അക്കാഡമിക്കും പറയില്ല. കാരണം എൻ്റെ അക്കാഡമി എന്നല്ല, എൻ്റെ അത്രയും ഗ്യാരണ്ടി വേറെ ആർക്കും ഞാൻ പറയില്ല. ഒരാളും അത്രയ്ക്ക് ഈസി വേയിലൂടെ. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്നോട് പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗൾഫിൽ നിന്ന് 2 പേര് വന്ന് പഠിച്ചു. ഒരാൾ ഇറ്റലിക്ക് പോകാൻ വേണ്ടി വന്ന് പഠിച്ചു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോകുമ്പോൾ അവർക്ക് സങ്കടപ്പെട്ടാൽ പോകുന്നത്. 3 ദിവസം 4 ദിവസമൊക്കെ നിന്നിട്ട് പോകുമ്പോൾ തന്നെ പറയും പോകാൻ തോന്നില്ലെന്ന്. അടുത്ത ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വരുന്നവർ 2, 3 പഠിച്ചിട്ട് പോകും. കാരണം അവർക്ക് മനസ്സിലായി ഇത്ര ഈസി ടെക്നിക്കിലൂടെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതെൻ്റെ ഒരു ടെക്നിക്ക്, അതാർക്കും പറഞ്ഞു തരത്തില്ല. അതെന്റെ ടെക്നിക്കാണ്. നമ്മൾ ടെക്നിക്കുകളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ, പഠിപ്പിച്ചു കൊടുക്കാം. ഒരു ഡൗട്ട്സും ഇല്ലാതെ പഠിപ്പിച്ചു കൊടുക്കാം. 4 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5ാമത്തെ ദിവസം ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. എൻ്റെ അടുത്ത് വെച്ച് ചെയ്ത് ഡ്രോളി സെറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ച് കാണിച്ചിട്ട് ഞാൻ വിടത്തുള്ളല്ലോ. അല്ല, ഞാൻ അവരുടെ കാശ് മേടിച്ചിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെയല്ല. ഞാൻ അവരുടെ കാശ് മേടിച്ചാൽ നമ്മളൊരു ഫീസ്, അതെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഫീസ് ഉണ്ടല്ലോ. കാരണം ആ ഫീസ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ പിഗ്മെന്റ് ചിലവാകും. അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാം നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് തൊടല്ല അങ്ങനെയൊന്നുമില്ല. എല്ലാം അവർക്ക് ചെയ്യാനുള്ള രീതിയിൽ കൊടുത്തിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല നോളജ്, തിയറി കൊടുക്കും. നാളെ ഞാൻ ശ്രീനാഥിനെ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഒരു തിയറി നോളജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീനാഥിനെ വേറെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് വിടുന്നത്. ഇത് എന്താ പറയാ, ഇത് ഹൈലൈറ്റിൽ വേണമെങ്കിൽ കൊടുത്തോ. വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനൊക്കെ പോക്കറ്റ് മണി വേണോ, 4 ദിവസം കൊണ്ട് ഈ കോഴ്സ് ചെയ്താൽ മതി അല്ലേ? നമുക്ക് എല്ലാവർക്കും, കാരണം ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. വേറെ കാര്യമുണ്ട്, നമ്മുടെ വിദേശത്ത് പോകുന്ന കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ നേഴ്സിംഗ് പഠിക്കാൻ അല്ലെ എന്തിനേലും, അവർക്കിത് പഠിച്ചിട്ട് പോയി ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാലോ. തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കും ഉറപ്പായിട്ടും. അതിപ്പം നെയിൽ ആർട്ട് ആയാലും, വിദേശത്തെ നെയിൽ ആർട്ട്, ഐലാഷ്, മൈക്രോബ്ലേഡിങ്, ഇതൊക്കെ അവിടെ സാധാരണയാണ്. അപ്പൊ കേരളത്തിൽ ഇതൊക്കെ ഇപ്പൊ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വെളിയിൽ ഇതൊക്കെ ഭയങ്കര സാധാരണയാണ്. അപ്പൊ അത് അവിടെ പഠിച്ചിട്ട് എന്നാൽ ഈ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി അറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇത് പഠിച്ചിട്ട് പോകും. കാരണം ലാഷ് പഠിക്കാൻ 3 ഡേയ്സ് മതി. കാരണം കണ്ണിന് നല്ല സൗന്ദര്യം തോന്നും, കണ്ണ് നല്ല വിടർന്നിരിക്കുക, ഭംഗിയുള്ളതാക്കുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്.
മൊത്തത്തിൽ കണ്ണ്, പുരികൻ, ചുണ്ട്, ഫേസ്, ഹെയർ ഇത്രയാകുമ്പോഴത്തേനും ഒരു പെണ്ണ് ഏകദേശം ഒരു ബാഹ്യമായ സൗന്ദര്യമായല്ലോ. പക്ഷെ ആന്തരിക സൗന്ദര്യം മുഖശ്രീ വരണമെങ്കിൽ ഉള്ളിൽ നിന്ന് വരണം കേട്ടോ, അത് വേറെ കാര്യം. മുഖശ്രീ എന്ന് പറയുമ്പം വെളുത്തിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ അങ്ങനെ വരില്ല. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് മുഖശ്രീ എന്ന് പറയുമ്പോൾ. അതായത് അത് ഉള്ളു ഹാപ്പിയാണോ അത് ശ്രീ പുറത്ത് വരും. ശരിയല്ലേ? കറക്റ്റ്. അപ്പം നമ്മൾ ഭയങ്കര സൗന്ദര്യത്തിൽ ഒന്ന് ഉള്ളു ഹാപ്പി അല്ലെങ്കിൽ അങ്ങനെ വാടി തളർന്ന് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ശ്രീ ഉണ്ടോ? ഒരു ശ്രീ ഇല്ല. അപ്പോൾ നമ്മൾ മുഖശ്രീ വരണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ വീട്ടമ്മമാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഒരു 45 കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് കഴിഞ്ഞു, ലേഡീസിൻ്റെ ലൈഫ് കഴിഞ്ഞു, ഇനിയിപ്പം നമ്മളെ ഒരു ഉപയോഗം ഇല്ലെന്നേ. പക്ഷേ 45 കഴിയുമ്പോഴാണ്, അല്ലെ 40 കഴിയുമ്പോഴാണ് നമ്മൾ അന്നേരമാണ് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ബാല്യത്തിൽ ചെയ്യാൻ പറ്റാഞ്ഞ കുറേ കാര്യങ്ങൾ, പഠിക്കാൻ പറ്റാഞ്ഞത്. ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂരാണ്. ഇപ്പോൾ അടുത്ത മാസം 2 സബ്ജക്റ്റ് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പോയി പഠിച്ചു വരുന്നു, പഠിപ്പിക്കുന്നു. പഠിക്കാൻ വേണ്ടി ഇവിടെ പോയി നിന്ന് ചിലപ്പോൾ ഹോസ്റ്റലിൽ നിന്നായിരിക്കും പഠിക്കുക. അത്ര കഷ്ടപ്പെട്ട് ചെയ്തെങ്കിലല്ലേ എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുള്ളൂ. കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഒരിക്കലും ഒരു വിജയത്തിലെത്താൻ പറ്റില്ല. അത് നമ്മൾ ആരും ഇങ്ങോട്ട് കൊണ്ടുതരും, അവർ സഹായിക്കും, ഇവർ സഹായിക്കും, ഇങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആരും സഹായിക്കത്തില്ല എന്ന് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ എന്താണ് ജീവിതം എന്താണ് തിരിച്ചറിയുന്നത്. ഈ നടുക്കയത്ത് കിടന്ന് വട്ടം ചുഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ. അപ്പോൾ ആ ചുഴിയിൽ ഇങ്ങനെ പെടുമ്പോഴാണ് നമ്മൾ ഈ ആര് നമ്മളെ സഹായിക്കും, സഹായം എവിടുന്ന് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മനസ്സിലാവും തന്നെ തുഴഞ്ഞെങ്കിലേ നമുക്ക് വല്ല രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഈ ചുഴിക്കകത്ത് പെട്ട് ഇങ്ങനെ താഴോട്ടങ്ങ് പോകും. അപ്പോൾ അത് ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഈ അക്കാഡമി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബൊട്ടീക്ക് ആയിരുന്നു, സ്റ്റിച്ചിങ് സെൻ്റർ ആയിരുന്നു. ശരിക്കും അതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ സ്റ്റിച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവിടുന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് ഒരു കുഴപ്പമില്ല. വളർച്ചയെന്ന് പറഞ്ഞാൽ ഒരു അന്യായ വളർച്ചയായിരുന്നു. ആ ഒരു ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് ഉയരാൻ പറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ഗുണവും എനിക്കും അതിൻ്റെ ഗുണം. കുറച്ച് നല്ല രീതിയിൽ ഉയരാൻ പറ്റിയപ്പോൾ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാൻ അടുത്ത സിറ്റിയിലോട്ട് അടുത്തൊരു കടയോട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താ സിറ്റിയിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിശാലത പ്രതീക്ഷിച്ച് നമ്മൾ നല്ലതായിട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു 10-12 ജോലിക്കാരുള്ള ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പോകും. അത് റാന്നി എന്ന് പറഞ്ഞ സ്ഥലം, ടൗണിൽ തന്നെ ഒരു ഷോപ്പൊക്കെ എടുത്ത് സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ നമ്മൾ സെയിലുണ്ടായിരുന്നു. നമ്മൾ ടെക്സ്റ്റൈൽ, സ്റ്റിച്ചിങ്, ബ്യൂട്ടി പാർലർ എല്ലാം കൂടെ ചേർത്തൊക്കെ തുടങ്ങി. അങ്ങനെ തുടങ്ങി പോരുമ്പോഴാണ് 2018 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ആ വെള്ളപ്പൊക്കത്തിൽ ആ ഷോപ്പ് അങ്ങ് മൊത്തം വെള്ളം, 22 അടി വെള്ളം കയറി എൻ്റെ ഫുള്ള് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫുള്ളും മുങ്ങി. അങ്ങനെ 2018 ആ വെള്ളപ്പൊക്കത്തിലാണ് ഫുള്ളായിട്ട് നമ്മുടെ കട സ്റ്റോപ്പാവുന്നത്. സ്റ്റോപ്പായി. പിന്നെ അറിയാമല്ലോ, മൊത്തം കടത്തിലായി. കാരണം കടമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോപ്പ് നടത്തുമ്പോൾ എന്തായാലും അങ്ങോട്ട് കൊടുക്കുക വാങ്ങല്, ബാങ്കിൻ്റെ ഇതുകൊണ്ട് ചിട്ടുകൾ കാണും, ഇതെല്ലാം തകരാറിലായി. ഫുൾ സീറോ അല്ലേ. ഞാൻ ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ എൻ്റെ മോൻ 3-ാം ദിവസം വീട്ടിൽ വരുന്നത്. കാരണം രാത്രി തുണികളൊക്കെ സ്റ്റോക്ക് എടുത്ത് മുകളിലത്തെ നിലയിൽ വെക്കാൻ പോയ മോനെ കാണുന്നത്, ബുധനാഴ്ച പോയ മോൻ രാത്രി 2:30 വരെ മോനോട് സംസാരിച്ചു. അവൻ്റെ ഈ കഴുത്തിൻ്റെ ലെവലൊരു വെള്ളം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നീ ഒന്നും നോക്കണ്ട, രക്ഷപ്പെട്ടോളം പറഞ്ഞു. അങ്ങനെ മോൻ ആ വെള്ളത്തിൽ നിന്ന് എങ്ങനെയോ അവൻ രക്ഷപ്പെട്ട് അവന് വടശ്ശേരിക്കലെന്നൊരു സ്ഥലത്തെത്തി ആ രാത്രി തന്നെ. അതൊക്കെ പിന്നീട് അറിയുന്നത്. 2:30 വരെ മോനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. 2:00 ശേഷം എനിക്ക് മോനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഫോണെല്ലാം സ്വിച്ച് ഓഫ്, വിളിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പം അമ്മ ഇനി എന്നെ വിളിക്കുന്നതോറും ഇവന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മോൻ അവിടുന്ന് രാത്രിയിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞാൻ ഒരു ഷട്ടറൊക്കെ താക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവന് എന്നാലും ഷട്ടർ താഴത്തെ കാലം കൊണ്ട് കുറ്റിയൊക്കെ ഇട്ടിട്ട് പോയി. പിന്നെ ഒരു വിവരമില്ല. പിന്നെ അതിന് ശേഷം ഈ ബുധനാഴ്ച പോയ മോൻ വെള്ളിയാഴ്ച വീട്ടിൽ വരുന്നു. അപ്പോൾ എൻ്റെ ഒരു കോണ്ടാക്റ്റും ഇല്ല. കാരണം ഇവൻ പിന്നെ വടശ്ശേരിക്കര എത്തിയെന്നും എവിടെയാണെന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ ആ സമയത്തൊക്കെ വള്ളം വരുന്നുണ്ട്, നമ്മുടെ കട ഫ്രണ്ടിലെ ഫോട്ടോ ഒക്കെ ഓരോരുത്തർ അയച്ചു തരുന്നുണ്ട്. കുറേ കഴിയുമ്പം ഫോണും എങ്ങും കറണ്ടില്ല, കറണ്ടൊക്കെ പോയി, ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി, ഒരു വിവരമില്ല. മഴ തന്നെ മഴ. ഞാനിങ്ങനെ ജനലിക്കൂടെ വെള്ളം നോക്കിയിരിക്കേണ്ട, കാരണം എനിക്ക് കട പോയത് കാര്യം എൻ്റെ മൈൻഡിലേ ഇല്ല. വെള്ളം കയറിയൊന്നുമില്ല, മോൻ പോയി, ഇവനെ കാണുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം 4 മണിയായപ്പം തിരിച്ചു കയറി വരുന്നു എൻ്റെ മോൻ വേറൊരു സ്കൂട്ടറിൽ. വേറെ ഏതോ വഴി കൂടെ ചുറ്റിക്കറങ്ങി, പെരുമ്പട്ടി വഴി അങ്ങനെ ഒരു ചുറ്റിക്കറങ്ങി വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ കയറി വന്നു.
ക്യാമ്പിലല്ല, അവൻ പിന്നെ പറഞ്ഞത് വടശ്ശേരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അങ്ങനെ രാത്രി തന്നെ 2:30 ആയപ്പോൾ കടയിൽ നിന്ന് വിട്ട് പോയി. അവൻ അങ്ങനെ പോയി അങ്ങ് ഉയരങ്ങൾ നോക്കി പോയില്ലേ, വെള്ളമില്ലാത്ത സ്ഥലം നോക്കി പോയിട്ട് അവന് വടശ്ശേരിക്ക എന്ന സ്ഥലത്തെത്തി. റാന്നിയും വടശ്ശേരിയും വലിയ ദൂരമില്ല. അവിടുന്ന് പിന്നെ വെള്ളം താഴെ തുടങ്ങി. അല്ല, ഈ സ്ഥലത്ത് താണിട്ടില്ല, വരാൻ പറ്റില്ല. റാന്നി സ്ഥലത്ത് വേറൊരു വഴി കൂടെ പെരുമ്പട്ടി വഴി എങ്ങനെയോ ചുറ്റിക്കറങ്ങി വേറൊരു കൂട്ടുകാരനാണോ ഇനിയും ആരും കൊണ്ടു വിട്ടതാണോ എനിക്കറിയില്ല. എങ്ങനെയോ എനിക്ക് ആ സംഭവങ്ങളൊന്നും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ റിവേഴ്സ് ഓർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് ഞാൻ എൻ്റെ കട പോയതേ മറന്നുപോയി. ഈ മോൻ പോയതാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസം 4 മണിയായപ്പോൾ മോൻ വേറെ ബൈക്കിൽ തിരിച്ചു കയറി വരുന്നത് കണ്ടപ്പോൾ അപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. അതുവരെ ഈ മഴയത്ത് ജനലിൽ കൂടെ ഞാൻ ഈ മഴ നോക്കി നിൽക്കുക. അങ്ങനെ അന്ന് അവന് 22 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ് കാണും കൂടിപ്പോയ. എന്നിട്ട് എന്താ പറയാ, പിന്നെ എങ്ങനെയാണ് ഇതിന്നൊക്കെ തിരിച്ചു വന്നത്? പിന്നെ അതിന് ശേഷം ഒരു 6 ദിവസം കഴിഞ്ഞ് മോനിങ്ങി വന്നല്ലോ. അപ്പൊ പിന്നെ എനിക്ക് കടയെക്കുറിച്ചുള്ള ചിന്തയായി. മോനെ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ മൈൻഡ് ബാക്കി നമ്മൾ കടയിൽ ഇപ്പം എന്തായിരിക്കും സംഭവിച്ചത്, എങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു 6-ാം ദിവസം ആയപ്പോൾ തന്നെ പഞ്ചായത്തുകാരെല്ലാം കട ക്ലീൻ ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലിട്ടു. അപ്പോൾ വെളിയിലിട്ടതിന് ശേഷം മോന് എന്നെ കൊണ്ട് പോവാം, എൻ്റെ മക്കളെ കൂടെ. കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുന്ന കാണുന്ന ഷോക്കാവും വിചാരിച്ചിട്ട് വലിയ പ്രൊട്ടക്ഷനൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ ഫുള്ള് പോയി. പഞ്ചായത്തുകാരെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇടുന്നു. ചില സാധനങ്ങളൊക്കെ ഫാനെ തൂങ്ങി കിടക്കുന്നു, സ്റ്റെയർ കേസിൽ കിടക്കുന്നു, ഇങ്ങനെ ഒഴുകി തിരിച്ചിറങ്ങി വരുമ്പം കിടക്കുന്ന ആ രീതിയിലൊക്കെ കിടക്കും. അപ്പം അവർ ക്ലീനിങ് ആയിട്ട് പറഞ്ഞു ഇപ്പം കയറണ്ട എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ജസ്റ്റ് കണ്ടിട്ടിങ്ങി ഇറങ്ങി. കാരണം ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് കാണണമല്ലോ. നമ്മളിതെല്ലാം സംഭവിച്ചു. എനിക്ക് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു ഹാബിറ്റ് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അതിനെ അങ്ങ് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക. സംഭവിച്ചു, കട പോയി, അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് അവിടെ അറ്റാക്കൊന്നും ഉണ്ടായില്ല. ഞാനത് പിടിച്ചു നിന്നു. അവിടെ നിന്ന് വന്നു ഓരോരുത്തർ തുണികളൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നു. നമ്മൾ നോക്കുന്ന ഓരോ ആവശ്യക്കാരൊക്കെ തുണികൾ പറക്കിക്കൊണ്ട് പോകുന്നു. നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത്. കാരണം ഞാൻ ഓണത്തിന് വിൽക്കാൻ വേണ്ടിയിട്ട് സൂററ്റ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി ബില്ല് പോലും ഇടാത്ത സാധനങ്ങളാണ് ഈ വെള്ളം കയറി ഇങ്ങനെ പോയിക്കുന്നത്. കാരണം നമ്മൾ സാധനം എടുക്കുമ്പോൾ ചിലപ്പോൾ വെളിയിൽ നിന്ന് കടമൊക്കെ മേടിച്ചിട്ടായിരിക്കുമല്ലോ സ്റ്റോക്ക് എടുക്കുന്നത്. ഓണത്തിന് വിറ്റിട്ട് കൊടുക്കാനുള്ള ഒരു പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് പിന്നെ ഫുള്ള് വെള്ളം കയറിക്കൊണ്ട് ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് നോക്കി നമ്മൾ നിസ്സഹായത നോക്കിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ബാക്കി വന്ന കുറേ സാധനങ്ങളൊക്കെ വാഷ് ചെയ്ത് ഞാൻ സ്റ്റാഫിനോട് വാഷ് ചെയ്ത് കുറേ അനാഥാലയങ്ങൾക്കും ഒക്കെ കൊടുത്തു. ഒരു സാധനം പോലും ഞാൻ അതൊരു ടവല് പോലും എടുത്തിട്ടില്ല. കാരണം എടുക്കാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആ ഒരു മാനസികാവസ്ഥയായിരുന്നു. അതോടുകൂടി കടങ്ങളും എല്ലാം ഫുൾ കടത്തിലായി. ഫുൾ കടത്തിലെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ബാങ്കിൻ്റെ പ്രശ്നം. കാരണം ബാങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സ് ഒന്നും എനിക്ക് എല്ലാം വെള്ളത്തിൽ പോയി. ബാങ്കിൽ ചോദിച്ചപ്പോൾ അവിടെ ബാങ്കിലും എല്ലാം വെള്ളം കയറി, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇൻഷുറൻസ് വളരെ നിസ്സാരമായൊരു തുക മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് ബാങ്കിലോട്ട് പോയി. നമ്മൾ ഓടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ബാങ്കിലോട്ട് പോയി. ഒന്നും എൻ്റെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാനൊരു ബിഗ് സീറോ ആയി. പിന്നെ എനിക്കൊരു കാറുണ്ടായിരുന്നു, അതൊക്കെ വിറ്റു. കുറച്ച് കടങ്ങളൊക്കെ അത്യാവശ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ തൽക്കാലത്തേക്കുള്ള അത്യാവശ്യം. നമ്മളെല്ലാവരും ഈ പറഞ്ഞ ചിട്ടിക്കാർ, ബാങ്കുകാർ, ഇവരൊക്കെ നമ്മൾക്ക് ഭയങ്കര പ്രശ്നമല്ലോ. ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബാങ്കുകൾ, അങ്ങനത്തെ ബാങ്കുകൾ. മറ്റേ ബാങ്കൊക്കെ കുറച്ച് സാവകാശം തന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം ഞാനൊന്ന് നിൽക്കട്ടെ, അത് ഞാനുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ഞാനൊന്ന് തറയിൽ കാലൊന്ന് ഉറച്ച് നിൽക്കട്ടെ, അതിന് ശേഷം നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവരൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ നമുക്ക് വീട്ടിൽ വന്നപ്പം വീട്ടിലും നാട്ടിലെ സിമ്പതി. നാട്ടിലെ എനിക്ക് ആദ്യം ഒരു കടയുണ്ടായിരുന്നു, ചെറിയൊരു കടയുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ ആ ചെറിയ കടയിൽ വന്നിരുന്നപ്പോൾ തന്നെ ആൾക്കാരിങ്ങനെ എത്രയും പോയി പറയാം. പിന്നെ ഇതൊക്കെ എനിക്ക് ആരുടെയും സിമ്പതി ഇഷ്ടമല്ല കേട്ടോ. എനിക്കങ്ങനെ സിമ്പതി താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം എനിക്കൊരു ദുഃഖം അത് എൻ്റെ മാത്രം ദുഃഖമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ദുഃഖം ഓർത്ത് ഇപ്പം ശ്രീനാഥിന് എന്തെങ്കിലും ദുഃഖം തോന്നുമോ? ഇപ്പം കേൾക്കുമ്പം തോന്നും, ഇപ്പം തന്നെ അത് മറന്നില്ലേ. പക്ഷേ എൻ്റെ കൂടെ അത് ജീവിതകാലം ഉണ്ടാവും. അതെൻ്റെ മാത്രം ദുഃഖമാണ്. പിന്നെ മറ്റുള്ളവർക്ക് ചിരിക്കാനും പരിഹസിക്കാനും ഞാൻ എൻ്റെ ദുഃഖം അങ്ങോട്ട് എന്തിനാ ഇട്ട് കൊടുക്കുന്നത്? അവിടെ എനിക്ക് ആരുടെ സിമ്പതി ആരും കേട്ട് അയ്യോ കഷ്ടമുണ്ട് റോസ്ലി എന്നിങ്ങനെ പറയുന്നത് പോലും എനിക്ക് കേൾക്കണ്ട. കാരണം ഞാൻ ആഗ്രഹിക്കുന്നില്ലത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഈ പഴയ കടയിൽ വന്നു. അപ്പോൾ ഈ എല്ലാവരെയും ഈ സിമ്പതി നാട്ടുപ്രദേശമാണല്ലോ, എറണാകുളം അല്ലല്ലോ. എനിക്ക് അവിടെ നിന്ന് ഇവരുടെ സിമ്പതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാൻ ആഗ്രഹിക്കാത്ത സിമ്പതികളും പറഞ്ഞിട്ട് ചിലർ കുത്തുവാക്കുകൾ പറയും. എന്തിനാറാ നീ പോയത്, വലിയ കട ഇവിടെ ഇരുന്നാൽ പോരായിരുന്നോ? അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് കേൾക്കണ്ടല്ലോ, ഇവിടെ നിന്ന് മാറി നിൽക്കണം തൽക്കാലം. അങ്ങനെ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ ഒരു കട പോയി നോക്കി.
ബാംഗ്ലൂർ പോയി ചുമ്മാ ജസ്റ്റ് ഒന്ന് അവരുടെ ഷോപ്പിൽ അവിടെ കടയിടാൻ വേണ്ടി ഒരു ഷോപ്പിൽ 15 ദിവസം ജോലി ചെയ്തു. അവിടെ ഷോപ്പ് ഇടാൻ വേണ്ടി ബാംഗ്ലൂരിന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാനവിടെ 15 ദിവസം ഒരു ഷോപ്പിൽ പോയി വർക്ക് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഭയങ്കര ഫാഷനാണ്, ഇവിടുത്തെ പോലൊന്നും അല്ല, നീ ഗ്രാമപ്രദേശത്തല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ ജോലി ചെയ്ത് പൈസ കിട്ടി, അവിടുത്തെ ഫാഷൻ ഒന്ന് പഠിക്കാനും പറ്റി, അവിടുത്തെ രീതികൾ. അപ്പോൾ അവിടെ തുടങ്ങണമെങ്കിൽ അത് സ്റ്റഡി ചെയ്യണമല്ലോ. അപ്പോൾ അതിനോട് ഞാൻ അവിടെ നിന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു 15 ദിവസം അവിടെ ജോലി ചെയ്ത് ഒന്ന് സ്റ്റഡി ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ തുടങ്ങാന്ന് വെച്ചാൽ ഇച്ചിരി ദൂരം കൂടുതൽ വീട്ടിൽ നിന്ന് അവിടത്തേക്ക്. അപ്പോൾ ഞാൻ ഓർത്തു ബാംഗ്ലൂർ വേണ്ട. പിന്നെ ഞാൻ ഓർത്തു പിന്നെ അടുത്ത സ്ഥലം എവിടെയാണ് തുടങ്ങാൻ പറ്റുക. പിന്നെ പെട്ടെന്ന് ഇപ്പം ഗ്രാമത്തിൽ തുടങ്ങിയാൽ ഡെവലപ്പ് ആകാൻ ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കടങ്ങളും ബാധകളും തീർത്തൊന്ന് തിരിച്ചു കയറി വരികയും വേണം. അപ്പം തന്നെയല്ല ഒരല്പം ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാം, കാരണം ഇത് ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ എറണാകുളം ചൂസ് ചെയ്തു. നേരെ എറണാകുളത്ത് വന്നു. എറണാകുളത്താകുമ്പോൾ ഒരു ഡെപ്പോസിറ്റ് കൊടുത്തൊരു വീടെടുത്തു. 3 മാസത്തെ വാടക കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു വീടെടുത്തിട്ട് നമ്മൾ 5 മെഷീൻ നന്നാക്കിക്കൊണ്ട് വന്നു. മെഷീനെല്ലാം വെള്ളം കയറി പോയി. അത് പിന്നെ ഞാൻ ഒരു 5 മെഷീൻ നന്നാക്കി. 5 മെഷീനും 2 സ്റ്റാഫിനെയും കൊണ്ട് വന്നത് എറണാകുളത്ത്. അങ്ങനെ ഇവിടെ വന്ന് തുടങ്ങി നല്ല രീതിയിൽ അങ്ങോട്ട് കയറി വരുവായിരുന്നു. തുടങ്ങിയത് ഓഗസ്റ്റ് മാസമാണ് വരുന്നത്, കാരണം ഓണത്തിന് അടുത്താണ് ഞാൻ വരുന്നത്. ആ സമയത്ത് വന്നു. അപ്പോഴത്തേക്കും ഞാൻ മാർക്കറ്റിൽ വന്ന് കടകളുമായിട്ടൊക്കെ സംസാരിച്ച് എൻ്റെ സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഹോൾസെയിൽ കടക്കി കൊടുക്കാനോ റീറ്റെയിലോ എങ്ങനെയെങ്കിലും. ഈ ഓഗസ്റ്റിലല്ലേ വെള്ളം കയറി? അതെ, തലേ ഓഗസ്റ്റ് വെള്ളം കയറി, പിറ്റേ ഓഗസ്റ്റിൽ ഇവിടെ എത്തി. ഓണത്തിന് മുമ്പ് എത്തി ഞാൻ ഇവിടെ. കാരണം എൻ്റെ ഒരു ആവശ്യമായിരുന്നു ഈ തകർന്നെടുത്തുനിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കയറണമല്ലോ. നമ്മൾ വീണെടുത്ത് കാണാൻ ഉരുണ്ടിട്ട് കാര്യമില്ലല്ലോ, കയറാൻ എഴുന്നേക്കാൻ ശ്രമിക്കണ്ടേ. അപ്പോൾ എന്നെ ഈ പറഞ്ഞ പോലെ ആരും താങ്ങും വരും. ഞാൻ എല്ലാവരും പറഞ്ഞു നമ്മളെ ആരും വന്ന് ഇങ്ങനെ പിടിച്ചു പൊക്കും, അയ്യോ വീണല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വളരെ റെയറായിട്ടുള്ള കുടുംബത്തിലും റെയറായിട്ടുള്ള കൂട്ടുകാരിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരു നഷ്ടം വരുമ്പോഴോ വീഴ്ച വരുമ്പോഴോ ഇങ്ങനെ ഒരു കൈത്താങ്ങ് തരുന്നത്. അത് റെയറാന്ന് ഞാൻ പറയാം. 100-ൽ ചിലപ്പം ഒരു 5% ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി കാണത്തുള്ളൂ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ എനിക്ക് നമ്മൾ ആരും വരും, ആരെന്നെ രക്ഷപ്പെടുത്തും, ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വെള്ളപ്പൊക്കത്തിലെല്ലാം നശിച്ച ആ ഡേറ്റിൽ തന്നെ നമ്മൾ പുതിയ ബിസിനസ് അടുത്ത വർഷം എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തു. ഓ അടിപൊളി. അതെൻ്റെ ഒരു വാശിയുമായിരുന്നു. പിന്നെ അന്നേരം ആൾക്കാർ പലതും പറയാതിരിക്കും, കാരണം മനുഷ്യരുടെ ചിന്തപ്പാടിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് പെട്ടെന്ന് എറണാകുളത്തോട്ട് വരുമ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞു, എറണാകുളത്ത് നിനക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടുത്തെ വേറൊരു ഫാഷൻ ലോകമാണ്. അപ്പം ഞാൻ ബാംഗ്ലൂർ ഫാഷൻ ലോകം പോയി കണ്ട് ഞാൻ പറഞ്ഞല്ലോ 15 ദിവസം അവിടെ സ്റ്റിച്ചിങ് ചെയ്തത്. അത് കണ്ടോ? അപ്പം ഞാൻ മനസ്സിലായി ഇത്രയൊക്കെ ഉള്ളൂ, ബാംഗ്ലൂരും എറണാകുളം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വാശിയായി, എന്നാൽ പിന്നെ ഒന്ന് തെളിയിച്ച് കിടക്കണം. കാരണം ഞാൻ ഗ്രാമത്തിൽ തയ്ച്ചുകൊണ്ടിരുന്ന എനിക്ക് എറണാകുളത്തെ ഫാഷനുമായി ഡൈജസ്റ്റ് ആവത്തില്ല നമ്മൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ശ്രമിച്ച് നോക്കാം. ഞാൻ പറയാൻ ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ, ഏതായാലും വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഒരു സ്റ്റിച്ചിങ് പഠിച്ചവർക്ക് ഐഡിയ ഉണ്ടെങ്കിൽ, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല, പക്ഷേ ഏത് ഫാഷനും എന്നോട് കാണിച്ചു വയ്ക്കുക, ആ നിമിഷത്തിൽ ഞാനത് കട്ട് ചെയ്ത് തയ്ച്ചു തരാം, ഉറപ്പായിട്ടും. ഞാനിപ്പോൾ ഡിസൈനറാണ്, കട്ടിംഗ് മാസ്റ്ററാണ്, ടൈലറാണ്. ഞാൻ പറയുന്നത് ഒരു ടൈലർ, നല്ല രീതിയിൽ ഒരു ടൈലർക്ക് ഡിസൈനറാകാൻ പറ്റും എന്ന് വെച്ചാൽ ബേസ് തൊട്ട് നമ്മൾ പഠിക്കണം. പിന്നെ സെയിലൊക്കെ എങ്ങനെയാണ്? എന്നിട്ട് ഓർഡറുകളൊക്കെ പിടിച്ചത് അത് വലിയൊരു കഥയാണ്. ഞാനത് മാർക്കറ്റിൽ ഞാൻ ഉണ്ടാക്കിയത് കുട്ടി സാരി, ഇത് കാരണം എല്ലായിടത്തും കുർത്ത അതൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു പിള്ളേർക്കുള്ള സാരി, പട്ടുപാവാട ബ്ലൗസ്, അതുപോലെ കുട്ടി സാരി എൻ്റെ ബ്ലൗസ്. അപ്പം അത് ഞാനിങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്, അതത്ര ഫ്ലെയർ ഒന്നും അതിമാത്രം ഇല്ല. അപ്പം ഞാൻ നല്ല പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കുഞ്ഞുങ്ങൾ സാരി കൊടുത്ത് നിൽക്കുന്നുണ്ട്, നല്ല സ്റ്റൈലാണ് കാണാൻ, ഒരു വിശേഷ അവസരങ്ങളൊക്കെ ഉടുക്കാം, പിന്നെ അവർക്ക് ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഉള്ള. അപ്പം ഞാൻ വ്യത്യസ്തമായിട്ട് എന്തിനും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ ഈ കുട്ടിസാരി, ഫ്രോക്ക്, വെറൈറ്റി സ്റ്റൈലിലെ ഫ്രോക്ക്, കുട്ടിസാരി, പിള്ളേരുടെ ഇത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഞാൻ മാർക്കറ്റിൽ പല കടയിലും ഡെമ്മിയിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്നത്, കാരണം ഇവർക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ അറിയത്തില്ലല്ലോ എന്തോ. അപ്പോൾ ഡെമ്മിയിൽ ഇട്ടുകൊണ്ട് ഇതാണെന്ന് കാണുമ്പോൾ മനസ്സിലാവണം, കുഞ്ഞു ബ്ലൗസും സാരി കൊടുത്ത് ഡെമ്മിയിൽ ഒരു കുട്ടി നിൽക്കുന്നു. അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോയി അങ്ങനെ ബാഗിലിട്ടുണ്ട് പോകുന്നത്. കാരണം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഓണർമാരൊക്കെ പ്രായമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കണമെന്നില്ല അവർക്ക്. അപ്പം ഞാനിത് കൊണ്ടുപോയി അവരെ ഇങ്ങനെ കൊണ്ട് കാണിക്കും. അങ്ങനെ കാണിച്ച് എനിക്ക് പല കടകളും ഓർഡറുകൾ തന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനത് കുറച്ചുകൂടെ, ഞാനൊരു 10 കട കയറുമ്പോൾ എനിക്കൊരു 2-3 കട കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്.
ഓക്കെ. ഇപ്പൊ 10 കടയും കിട്ടണമെന്നില്ലല്ലോ, നമ്മൾ 100 എടുത്ത് അന്ന് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാനാണ് ഇതെല്ലാം ചെയ്ത് മാർക്കറ്റിങ്ങിനായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്റെ സ്റ്റാഫ് 2 പേരുണ്ട്, എന്നോട് വന്നവരുണ്ട്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതും ഷോപ്പിൽ കൊണ്ട് കാണിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്ന അത്രയും സ്റ്റാഫ് പറഞ്ഞാൽ ശരിയാവില്ല, അത് എന്റെ തോന്നലാട്ടോ. കാരണം ഞാൻ എന്റെ സാധനം പ്രസന്റ് ചെയ്യുന്ന പോലെ അവർക്ക് പറ്റില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിയില്ല. ഇല്ലെന്നുള്ളത് എന്റെ തോന്നല, ഞാൻ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. കാരണം ഞാൻ ഇതിന്റെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യണം. കാരണം ഇവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നോ ഇല്ലെങ്കിൽ അടുത്ത് പറഞ്ഞ് സാറേ ഇങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞ് ഇവരെ ഏൽപ്പിക്കണം. അങ്ങനെ ഞാനൊരു കടയിൽ ചെന്നു. ഇവിടെ പിന്നെ ബ്രോഡ്വേയിൽ രാധാകൃഷ്ണ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, എറണാകുളത്തെ ഫേമസ് ആയിട്ടൊരു കടയാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഞാൻ നോവൽറ്റി അല്ല MN അങ്ങനെ പല കടകളിലും കൊടുക്കുന്നുണ്ട്. MN കൊടുക്കുന്നുണ്ട്, അതുപോലെ ചെറിയ ചെറിയ കടകളിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ എനിക്ക് വലിയ കടകളിലോട്ട് എൻ്റെ സാധനം ഒന്ന് കയറ്റാൻ നോക്കി. അപ്പോൾ ഞാൻ MN കൊടുത്തു, ഹാപ്പിയായി. MN ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ കാണും എൻ്റെ സാധനങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ചെയ്തിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ സ്വപ്നം കാണും. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എൻ്റെ 2 വീലറിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് നോക്കിയിട്ട് എൻ്റെ കുട്ടിസാരിയും ബ്ലൗസ് ഇട്ടൊരു ഒരു കുട്ടി അവിടെ നിൽക്കുന്നതായിട്ട് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യും. അങ്ങനെ ഇമാജിൻ ചെയ്ത ഒരു ദിവസം ഞാൻ 2 കൽപ്പിച്ച് കയറി എൻ്റെ ഓണറെ ചെന്ന് കണ്ടു. സാറേ ഇതുപോലെയാണ് സംഭവം, ഇന്നതാണെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ സീസണിലേ ചിലവാകത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാറ് സീസൺ അല്ലെങ്കിലും ഒരു 10 പീസ് വെച്ച് നോക്ക്. അപ്പോൾ ആളുടെ മോള് കണ്ടു പറഞ്ഞാൽ ഓക്കെ ഇതൊരു വ്യത്യസ്തതയുണ്ട്, നല്ലതാണ്, വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 അല്ല, അവരെന്നാ 50 പീസ് ഓർഡർ തന്നു. കാരണം ആദ്യത്തെ ഒരു കസ്റ്റമല്ലേ, നോക്കണമല്ലോ. ഒരു 50 പീസ് എല്ലാം കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും ഉള്ള അങ്ങനെ 50 എടുപ്പിച്ചു. സത്യം പറഞ്ഞാൽ അവിടെ സാധനം ചിലവായിക്കൊണ്ടിരുന്നു നന്നായിട്ട്. പിന്നെ എനിക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ 100 എന്നുള്ളത് 300 ആയി, 500 ഇങ്ങനെ കയറി. അപ്പോൾ തന്നെ എനിക്ക് MN ഓർഡർ വരുന്നു, അതിങ്ങനെ ബൾക്ക് കണക്കിന് കയറി. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരെ നിർത്തി, 5-6 പേരെ തയ്ക്കാൻ നിർത്തി. ഞാൻ കട്ടിങ് ചെയ്ത് ഞാൻ കൊടുക്കും, എൻ്റെ ഡിസൈൻസ് തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കയറി വരികയാണ്. ഒരു 6 മാസം കൊണ്ട് ഞാൻ ഓർക്കുക ഇനിയിപ്പോൾ കടങ്ങളെല്ലാം പെട്ടെന്ന് തീരും, നല്ല ടോപ്പിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ലെവലിലോട്ട് വരിക. അപ്പോൾ വന്നു ലോക്ക്ഡൗൺ, കൊറോണ അടുത്തത്. അപ്പോൾ ഇവിടെ എനിക്ക് സമാധാനമില്ല. എന്താ വെച്ചാൽ നമുക്ക് പിന്നെ അടുത്ത ബുദ്ധിമുട്ട് വന്നു. കൊറോണ വന്നു, എല്ലായിടത്തും അടിച്ചിടണം, ക്ലോസ് ആയി എല്ലായിടും. കാരണം എല്ലാ കടകളും ക്ലോസ് ആയി, പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് ഇല്ലല്ലോ. അതിനോടുകൂടി കഴിഞ്ഞു. അങ്ങനെ കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയി, എല്ലാം മാർക്കറ്റെല്ലാം ക്ലോസ് ആയി, ഞാനും ക്ലോസ് ആയി. അപ്പം വീട്ടിൽ എല്ലാവരും ക്ലോസ് ആയി, എല്ലാവരും പോയില്ലേ. അപ്പം ആ സമയത്ത് ഞാനും ഫുള്ള് തകർന്നില്ല. ഞാനടുത്ത് ഇപ്പം വീട്ടിൽ പോയാൽ ഞാൻ വന്നിട്ട് 1 വർഷം പോലും ആയില്ല. ഞാനിപ്പം വീട്ടിൽ പോയാൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല. കാരണം ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ മുന്നോട്ട് നീങ്ങും തോറും അപ്പം ഞാൻ ഈ കട വിട്ടില്ല. കട വിടാതെ തന്നെ അവിടെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം ലോക്ക്ഡൗണിൻ്റെ ടൈം ആയപ്പോൾ എനിക്ക് പോകാനും പറ്റിയില്ല. കാരണം ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്നുള്ള ആ സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ഞാൻ പിടിച്ച് നിൽക്കാൻ വേണ്ടി നിൽക്കുക. കാരണം അവിടെ പോയാൽ നമ്മൾ വീണ്ടും തിരിച്ചു വരുമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോഴെൻ്റെ ആലോചന തോന്നി ഇപ്പം ഉള്ളത് പിന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അതുപോലെ പലചരക്കടകൾ, അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഹോട്ടൽസും ഒക്കെ ഉണ്ട്, വലിയ ഹോട്ടലൊന്നുമില്ല, ചെറു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗ്ഗമൊന്നുമില്ല. ഹോട്ടൽ ഇലപ്പൊതി അങ്ങോട്ട് കൊടുത്താലോ, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ഞാനതങ്ങോട്ട് വേറെ ഒന്നും നോക്കില്ല. അപ്പോൾ ഒരു ഹോട്ടൽ അവിടെ അടഞ്ഞു കിടക്കുന്ന കണ്ടു. അവരുടെ നമ്പറിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിസ്സാര റെൻറ്റിന് വലിയൊരു ഹോട്ടൽ, ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറയുന്നത് നമ്മുടെ കലൂർ റോഡിൽ, അത് ഞാൻ എടുത്തു. നല്ല റെന്റുള്ള ഹോട്ടലാണ്, പക്ഷെ ആ സമയത്ത് അവർക്ക് പോകാതെ കിടക്കുന്നുള്ളത് വെറുതെ കിടക്കല്ലേ. അപ്പോൾ കിട്ടുന്ന ആടെ വിചാരിച്ചിട്ടായിരിക്കും ഓണർ പറഞ്ഞു പിന്നെ എടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തെല്ലാം നീറ്റാക്കി ഒരു 2-3 പേരെയൊക്കെ അറേഞ്ച് ചെയ്തു. എൻ്റെ റെസിപ്പി ഞാൻ വീട്ടിൽ പോലും അടുക്കള അധികം ജോലി ചെയ്തൊരു ശീലമുള്ള ആളല്ല. പക്ഷെ അമ്മ ചെയ്യുന്നതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇത്രയും പേർക്കൊന്നും ഫുഡ് ഉണ്ടാക്കി പരിചയമില്ല. പക്ഷേ ഇവിടെ നിൽക്കണമല്ലോ, അതാ ഞാൻ പറഞ്ഞ ആവശ്യം വരുമ്പോൾ നമ്മൾ എല്ലാം നമ്മൾ അങ്ങ് തന്നെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം ഞാനങ്ങനെ പിന്നെ ആ ഹോട്ടലെടുത്ത് മുടിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2-3 പേരെ സംഘടിപ്പിച്ചിട്ട് എല്ലാം സെറ്റായി. അപ്പോൾ എനിക്ക് ഇറങ്ങി നടക്കാം, സ്കൂട്ടറിൽ മാർക്കറ്റിൽ പോകാൻ വരാം, പച്ചക്കറിയൊക്കെ തുറക്കത്തുണ്ടല്ലോ എന്ന്. അങ്ങനെ എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നില്ല. ഞാനിപ്പം ആര് റോഡ് ചോദിച്ചാലും സാറേ ഒരു ചെറിയ ഫുഡിൻ്റെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ 1-2 പ്രാവശ്യം പിന്നെ പറഞ്ഞ് ഇരുത്തി കഴിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്കൂട്ടറിൽ വരുന്നവരെ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പോലീസുകാരൊക്കെ നടക്കുകയല്ലേ. അപ്പോൾ സ്കൂട്ടറിൽ വരുന്നവർക്ക് ഞാനിപ്പം എങ്ങനെയാണ് സാറേ ഞാൻ ഇരുത്തി കൊടുക്കാതിരിക്കാൻ പറ്റുമോ, കാരണം എല്ലാം വിശന്ന് വരുന്നവർക്ക് എന്ത് ചെയ്യും. പിന്നെ വണ്ടി വരുന്നവർക്കാണെങ്കിൽ അവർക്ക് കൈ കൊടുക്കാം. അങ്ങനെ പിന്നെ അവരും പറഞ്ഞ അവരും ഓർത്ത് കാണും ചെയ്തോട്ടെ.
അങ്ങനെ ഞാനും അങ്ങനെ പിന്നെ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം നല്ല രീതിയിൽ ഹോട്ടലിൽ കയറി വന്നു. അപ്പോഴത്തേന് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോട്ടൽ നല്ല രീതിയിൽ വളർന്നു വന്നു. ഇലയൂണ് ഞാൻ 20 ഊണെ തുടങ്ങിയതാണ്. 20 ഊണെ തുടങ്ങിയിട്ട് 150-60 ഊണ് വരെയായി ഒരു ദിവസം. ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇലയൂണ കൊടുക്കുന്നത്. അത് നല്ല ചമ്മന്തി, തോരൻ, അങ്ങനെ ഇപ്പം നമ്മുടെ അവിടുത്തെ നാടൻ സ്റ്റൈലിൽ അങ്ങനെയുള്ള അത് മീൻ വറുത്തത് അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ചേർത്ത് നല്ല ഇലയൂണ്. ആർക്കും പൈസയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അന്ന് ആദ്യം 70 രൂപയ്ക്ക് പിന്നെ 80 90 പോലും ആർക്കും കംപ്ലൈൻറ്റ് ഇല്ല. കാരണം നല്ല ഊണ കൊടുക്കുന്നത്. നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റ് വഴിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് യാതൊരു വെളിച്ചെണ്ണയൊക്കെ അതിൽ നമ്മൾ ആട്ടിയെടുത്തൊന്ന് മേടിച്ചുകൊണ്ട് വരും. കാരണം ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെയാണല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. അതിനകത്ത് നമുക്ക് ലാഭം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എന്താണോ കഴിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ ടേസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ കയറി വന്നു. അപ്പം ഞാനിവിടെ സ്റ്റിച്ചിങ്ങിന് അവിടുന്ന് പിന്നെ മാർക്കറ്റിലെല്ലാം ഓപ്പണായി. മാർക്കറ്റിൽ നിന്ന് വിളി വന്നു. ഇനിയിപ്പോൾ അടുത്ത ഓണം എന്തോ സീസൺ വരുന്നതിനനുസരിച്ച് കുറച്ച് പീസുകൾ, ഒരു 100 പീസൊക്കെ ചെറിയ രീതിയിൽ ഓർഡർ വന്നു. അപ്പം ഞാൻ പനമ്പള്ളിയിൽ ഒരു ഷോപ്പ് എടുത്താൽ കൊണ്ടൊരു സ്റ്റിച്ചിങ് തുടങ്ങി. വീണ്ടും കാരണം മിഷനിൽ ഇവിടെ കിടക്കല്ലേ, സ്റ്റിച്ചിങ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു. അത് സ്റ്റിച്ചിങ്ങും ഹോട്ടലും കൂടെ ഒരുപോലെ ബാലൻസ് ചെയ്ത് പോവുക. ഒരേപോലെ ബാലൻസ് ചെയ്ത് പോവുകയാണ്. ഒരുപോലെ ബാലൻസ്, സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഹോട്ടലും ബാലൻസ് പോകും. അങ്ങനെ 2 മാസം രണ്ടും കൂടെ ബാലൻസ് ഓടിച്ചപ്പോൾ ഞാൻ തന്നെയല്ലേ, ഹോട്ടലിൽ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രൊഫഷൻ അല്ല ഹോട്ടൽ, ഒന്നിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ സ്റ്റിച്ചിങ് ആണല്ലോ എൻ്റെ മെയിൻ ജോബ്. അപ്പോൾ അവിടെ വർക്ക് കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം സ്റ്റിച്ചിങ്ങിലോട്ട് തന്നെ ഫുൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഹോട്ടൽ ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഫുള്ള് സ്റ്റിച്ചിങ്ങിലായി. അങ്ങനെ സ്റ്റിച്ചിങ്ങിലായി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപാട് ഓൺലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ടോപ്പുകളൊക്കെ 200 രൂപ, 150 രൂപ, 300 രൂപയ്ക്കൊക്കെ ടോപ്പുകൾ നമ്മുടെ ഫോണിൽ കുത്തിയാൽ ഉടനെ സ്പോട്ടിലെത്തും. അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഓൺലൈൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ മാർക്കറ്റിൽ നിന്ന് എനിക്ക് കുറഞ്ഞു. മാർക്കറ്റിൽ നിന്നുള്ള ഓർഡർ കുറഞ്ഞു. അപ്പോൾ മാർക്കറ്റുകാരെയും ബാധിച്ചിട്ടുണ്ട്, ഹോൾസെയിലുകാരെയും റീറ്റെയിലുകാരെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ഈ ഓൺലൈന്. കാരണം ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോൾ ഓൺലൈൻ ആയിരിക്കുമല്ലോ ടോപ്പായിട്ട് പോകുന്നത്. എത്ര മാർക്കറ്റിൽ എത്ര ഷോപ്പുകൾ ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഓർഡർ കുറഞ്ഞപ്പോൾ ഇത് ശരിയാവില്ലല്ലോ. പിന്നെ ഞാൻ ഹോട്ടലും വിട്ടു. ഇതിനകത്ത് വന്നപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് ഓർഡർ കുറയുന്നു. അപ്പോൾ ഈ ഓൺലൈനിൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ 300-400 രൂപയ്ക്ക് ടോപ്പുകളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഒരാൾ തയ്ക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല, തയ്ച്ച് കൊടുക്കാനായിട്ട്. കാരണം ഒരു തയ്യൽക്കൂലി ഇത്രയും പനമ്പള്ളി നഗറിലാണ്, റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുന്ന ആൾക്കാർക്ക് അത്ര റേറ്റിനെക്കാളും ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ 3 ദിവസം കൊണ്ട് സാധനം കൈ കിട്ടും. തയ്യൽക്കൂലിയുടെ പൈസ പോലും ആകത്തില്ല, ടോപ്പ് കൈ കിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി എന്താണ് അടുത്ത വഴി? ഇപ്പോൾ ഓൺലൈൻ കയറി അങ്ങ് വാഴുകയാണ് ഫുൾ ആൾക്കാർ. ഇപ്പോൾ അതിലേക്കായി ഫോക്കസായി അല്ലേ. നമുക്കൊരു ചെറിയ സാധനം ഉള്ളൂ ഇപ്പോൾ ഉണ്ടെന്ന് നമ്മൾ ഓർഡർ ചെയ്യല്ലേ പരിപാടി. അങ്ങനെ ഞാൻ ഓർത്തിന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാതെ എന്താണ് പഠിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിക്കുക. ഓൺലൈൻ ഇപ്പോൾ ഇങ്ങനെ പോയാലും നമ്മുടെ കാര്യം കുഴയും. ഇനി അടുത്ത എന്താ അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഓർത്തു ഇനിയും ഇവിടുന്ന് ഗൾഫിലോട്ട് വരാൻ അങ്ങ് പോകാം ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു എന്താ ഒരു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്താണ് ഒരു ഗൾഫിലോ എല്ലാം അങ്ങ് പോയേക്കാം, കാരണം ഇവിടെ ഇങ്ങനെ ഇത്രയും ആയ സ്ഥിതിക്ക് എന്ന് വിചാരിച്ച് ഞാൻ ഓർത്തു എന്താണ് പഠിക്കുന്നത്, ഗൾഫിൽ കൂടുതലും ഇതായിട്ട് നിൽക്കുന്ന എന്താണ് പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ആ സമയത്തൊന്ന് സജസ്റ്റ് ചെയ്തു ഗൾഫിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ മൈക്രോ ബ്ലേഡിങ്, ഐലാഷ്, നെയിൽ ആർട്ട് ഇതൊക്കെ അവിടെ ഭയങ്കര നല്ല രീതിയിൽ പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഓക്കെ ഏതായാലും ഈ മനസ്സിലിങ്ങനെ ഗൾഫിൽ എവിടെയും പോകാം, കാരണം ഇവിടെ നമുക്ക് സെറ്റാവുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ ഞാനിതെല്ലാം പഠിച്ചു, ബാംഗ്ലൂർ പോയി ഇതെല്ലാം പോയി പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡോറ എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ട് അങ്കമാലിയിൽ, അടുത്ത രഞ്ജുമാർ എന്ന് പറയുന്ന ആളെ. അപ്പം ഞാൻ രഞ്ജുമയെ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ രഞ്ജുമ ഞാനത് പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഇന്നതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത്, റോസ് ഒന്നും നോക്കണ്ട നമ്മുടെ അക്കാഡമിയിൽ ഒന്ന് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. കാരണം എന്നെ നല്ല വിശ്വാസമുണ്ട്, രഞ്ജുമയ്ക്ക് പണ്ട് എന്നെ അറിയാം. ഞാൻ നേരത്തെ അവിടെ അക്കാഡമിയിൽ മേക്കപ്പ് പഠിക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ രഞ്ജുമ എന്നോട് പറഞ്ഞു ഒന്നും നോക്കണ്ട, റോസ്ലി നമ്മുടെ അക്കാഡമിയിൽ ഇപ്പം കൊല്ലത്തുണ്ട്, അങ്കമാലിയിലുണ്ട്, എറണാകുളത്തുണ്ട്, ധൈര്യമായിട്ട് പോയി അക്കാഡമി ഒന്ന് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പഠിച്ച് ഇറങ്ങി എൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യം രഞ്ജുമയ്ക്ക് അയച്ചു കൊടുത്തപ്പോഴേ എന്നോട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൾഫ് കാര്യം സ്റ്റോപ്പ്, കാരണം എനിക്കിവിടെ ജോബായില്ലേ. അങ്ങനെ ഞാൻ ഈ 3 സ്ഥാപനങ്ങളിലും പഠിപ്പിച്ചു വരിക. അക്കാഡമിയിൽ അങ്കമാലിയിലും ഇവിടെ എല്ലാ അക്കാഡമിയിൽ നിന്ന് 30 കുട്ടികൾ 20 കുട്ടികളൊക്കെ കാണും ഓരോ ബാച്ച് പഠിച്ചിറങ്ങുമ്പോൾ. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കില്ല. അപ്പോൾ നമ്മുടെ ഗതി അങ്ങ് മാറി.
ഗൾഫ് എന്നൊരു തോട്ട്, എനിക്ക് ഗൾഫ് പോകാൻ താല്പര്യമില്ല. ഓക്കെ. പക്ഷെ ഇവിടെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്തെങ്കിലും അടുത്ത നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ചിന്തിച്ച കേട്ടോ. ഗൾഫിനോട് താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞൊക്കെ ഗൾഫിൽ പോയി. ഓക്കെ. പക്ഷെങ്കിൽ ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയായി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല രീതിയിൽ അവിടെ ഇവിടെ എല്ലാ അക്കാഡമിയിലും മാറി മാറി പോയി പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, ഇപ്പം പ്രായമായി വരുവാൻ എത്രയും ഇനിയിപ്പം കൊല്ലം പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഓടി നടന്ന് പഠിപ്പിക്കാൻ ഇനിയിപ്പം പ്രായമാവും തോറും നമുക്ക് അത്ര ഓടി നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ സ്വന്തം സ്ഥലത്തിരുന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ ഓർത്തു അതും സൈഡ് ഇരിക്കട്ടെ, പ്ലസ് അക്കാഡമി ഉണ്ട്. അപ്പോൾ ഞാൻ രഞ്ജുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ, അങ്ങനെ റോസ് നല്ല കാര്യമല്ലേ ചെയ്തു എന്ന് പറഞ്ഞു. ഏതായാലും കൊള്ളാം, ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു 2023 അങ്ങനെ എക്സോഡസ് അക്കാഡമി. ഞാൻ അപ്പോൾ സ്റ്റിച്ചിങ് ഇത് തുടങ്ങി, അക്കാഡമി തുടങ്ങി 1 വർഷം കൂടെ സ്റ്റിച്ചിങ് കൊണ്ടുപോയി. കാരണം സ്റ്റിച്ചിങ് നിർത്തുന്നില്ല, നമുക്ക് വെളിയിൽ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അക്കാഡമി തുടങ്ങി, പക്ഷേ സ്റ്റിച്ചിങ്ങും പോകുന്നുണ്ട്. സ്റ്റിച്ചിങ് അടുത്ത 1 വർഷത്തിന് മുമ്പാണ് ഞാൻ നിർത്തുന്നത്. കാരണം ഇതിനകത്ത് ഫുൾ എനിക്ക് എൻഗേജ് ആയപ്പം രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാതായി. അല്ലെ പിന്നെ അതിനെ ഒരാളെ നോക്കാൻ നിർത്തണം, പിന്നെ അതൊക്കെ അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഓർത്തു ഓക്കെ, ഫുൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പോകാം. അങ്ങനെ ഞാൻ അക്കാഡമി ഇപ്പോഴും അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ എക്സോഡസ് 2023 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 23, 24, 25, 23-നെക്കാട്ടിലും ടോപ്പ് 25, അതിനേക്കാട്ടിലും ഞാൻ ഉദ്ദേശിച്ച ലെവലിലോട്ട് എത്തി ഈ 25. 26 അടുത്ത ഇതിലേക്കുള്ള പോകാനുള്ള, കാരണം അടുത്ത കുറെ കൂടെ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെല്ലാം, എപ്പോഴും അപ്ഡേറ്റ്. ഞാൻ ശരിക്കും മാം ഈ സ്റ്റോറി മൊത്തം കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, മാം ഇവിടെ ഒരു സ്ഥലത്ത് നിലനിൽപ്പില്ലാതെ അടുത്ത സ്ഥലത്തേക്ക് പോയി, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു, അവിടെ ഒരു വീഴ്ച വന്നു, അവിടെ നിന്ന് വിദേശത്തേക്ക് പോകാൻ നോക്കി, പക്ഷെ വേണ്ട, വീണ്ടും ഇവിടെ തന്നെ ഇവിടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ളത് നമ്മുടെ ഈ ചുറ്റുപാടുണ്ട്, എന്തും ചെയ്യാം, ഒരുപാട് സാധ്യതകൾ നമ്മുടെ ചുറ്റിനുണ്ട്. ഞാൻ അതിനുശേഷം ഗൾഫിൽ പോയി, ഗൾഫിൽ പഠിപ്പിക്കാൻ പോയി. അതിൽ രഞ്ജുമ്മയുടെ പാലൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ മൈക്രോവേഡിങ് ഐലേഷൻ പഠിപ്പിക്കാനായിട്ട് എന്നെ 2 പ്രാവശ്യം കൊണ്ടുപോയി, അവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ എനിക്ക് മനസ്സിലാക്കി, എനിക്ക് ഗൾഫ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ അവിടുത്തെ അന്ന് പോകാതിരുന്നത് നന്നായി. കാരണം എനിക്ക് ഗൾഫ് എന്ന് പറയുന്ന, കാരണം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു സ്വപ്ന ലോകമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ പോയി ഒരു 10 ദിവസം ഒന്ന് പോയിരുന്നു. പക്ഷേ ഞാൻ ഓർത്തത് എൻ്റെ നാട്ടിൽ എന്തെല്ലാം സാധ്യതകൾ, ഗൾഫിനകത്ത് ഞാൻ കണ്ടത് എന്താ, കുറേ ചിലർക്ക് ഇഷ്ടമായിരിക്കും, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ ആ ഒരു ആംബിയൻസ് ആയിരിക്കും ഇഷ്ടം, എനിക്കല്ല. എനിക്ക് എൻ്റെ പച്ചപ്പും, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിലോട്ട് കേരളത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. നമ്മുടെ നാടും, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് എന്തോ ഒരു സ്വർഗ്ഗതുല്യമാണ്. ആരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങോട്ട് വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഫുഡിലായാലും ക്ലൈമറ്റ് ആയാലും എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ നമുക്കൊരു ഏതാണ്ട് ഒരു സ്വർഗത്തിൽ വന്ന പോലെ. ഞാൻ അവിടെ എത്രയും കൂടെ എനിക്ക് വന്നാൽ മതി എന്നായിരുന്നു. കാരണം എനിക്ക് ഒരാഴ്ചയൊക്കെ പോയി നിൽക്കാം, പക്ഷെ സ്ഥിരവാസം എന്നെ കൊണ്ട് പറ്റത്തില്ല ഗൾഫൊന്നും. ഒരാഴ്ചയൊക്കെ വേണേൽ ഒന്ന് പോയി പഠിപ്പിക്കാൻ പോയിട്ടൊക്കെ നിന്ന് കുഴപ്പമില്ല. ഈ എവിടെ ധൈര്യം കിട്ടിയേ, എവിടെ വീണാലും പിടിച്ച് നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? ധൈര്യം എന്ന് വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ധൈര്യം കുറവും, പണ്ടുള്ളവർ കുറച്ച് സ്ട്രോങ് ആണ്. അപ്പം ഞാൻ ശ്രീനാഥൊക്കെ ഇപ്പോഴത്തെ കുട്ടികളായിരിക്കും അല്ലേ. അപ്പം പണ്ടുള്ള ഞാൻ വളർന്ന ജീവിത സാഹചര്യങ്ങൾ, ഞാൻ എൻ്റെ ബാല്യം തണ്ണിത്തോട് എന്ന ഒരു സ്ഥലത്തായിരുന്നു. അതായത് കോന്നി കഴിഞ്ഞ് 14 കിലോമീറ്റർ കഴിഞ്ഞൊരു വനമാണ്, വനത്തിനുള്ളിലാണ് ഇങ്ങനൊരു ഗ്രാമം. തണ്ണിത്തോട്, തേക്കുതോട്, അങ്ങനെ 2 സ്ഥലം, അവിടെ ഇവിടെ 2 സ്ഥലങ്ങൾ. അപ്പോൾ ഈ തണ്ണിത്തോട് ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലമാണ്, ബാല്യം മുതലേ. ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ വീട്ടിൽ നിന്ന് TV കാണാം. ഞങ്ങൾ സ്കൂളിൽ വന്ന ഉടനെ പറയും വിറവറക്കാൻ പോകും, കൊച്ച പറിക്കാൻ പോകും, ഇതൊക്കെ ഞങ്ങളുടെ ജോലി. കാട്ടിലാണ് പോകുന്നത്. അപ്പോൾ കാട്ടിൽ പോയി വിറക്, പോച്ച, ഇതൊക്കെ പോച്ചത് പുല്ല് പറിക്കാൻ പോകും. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നെങ്കിൽ ഞങ്ങളുടെ വീടൊക്കെ നിന്ന് പുല്ല് മേയുന്ന വീടാണ്. അതിനുള്ള പുല്ല് വരെ ഞങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ പുല്ല് മേയാൻ വേണ്ടി പുല്ലുണ്ടാക്കണമെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ ഞാനും എൻ്റെ ആങ്ങളെയൊക്കെ കൂടെ പോയി പുല്ല് പറിച്ച് എനിക്ക് പറ്റുന്ന കെട്ടെൻ്റെ തലയിലും ആങ്ങളയ്ക്ക് പറ്റുന്ന ആങ്ങളെ അപ്പനും അമ്മയിലും കൊണ്ടുവരും. ഇപ്പോഴത്തെ കുട്ടികൾ പോകുമോ? അത് അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളെ വളർത്തിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇന്നത്തെ കുട്ടികൾ പറയുന്നത്. കാരണം ഇവർ ഓർക്കുന്നത് എന്താ, മക്കളായി പോയില്ലേ, എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പനും അമ്മയുടെ ബോധ്യത്തിൽ അവരും അങ്ങനെ വിചാരിച്ചിരിക്കുക. പക്ഷേ ഉത്തരവാദിത്തം കൊടുക്കുന്നില്ല. ഞങ്ങളെയൊക്കെ ഉത്തരവാദിത്തം തന്ന് ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചത്. സ്കൂളിൽ 2-3 കിലോമീറ്റർ നമ്മൾ നടന്നു പോയി ഉച്ചയ്ക്ക് വന്ന് ഉണ്ടിട്ട് പോകുന്ന സാഹചര്യമായിരുന്നു. ഇപ്പം നടക്കുമോ? അന്നൊക്കെ കയ്യിലിങ്ങനെ പുസ്തകം പിടിച്ചാണ് നടക്കുന്നത്. ഇന്ന് ബാഗ് തോളയിൽ ഇടാനുണ്ട്. അപ്പോൾ ഇപ്പം മക്കൾക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക, അമ്മമാരായാലും അപ്പന്മാരായാലും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങനെ ഉരുട്ടി കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല, അവർക്ക് എന്നാ കൊടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകും. അവർക്ക് അറിയത്തില്ല, സ്വയം നീന്താൻ അറിയത്തില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ തേടി കണ്ടുപിടിക്കണം. നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ തേടാൻ വേണ്ടി പേരൻസ് കൂടെ
കുറേ അവരെ ഞാൻ പറയില്ലേ ചിലത് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തില്ലെങ്കിൽ ചില മോന് ഇപ്പോൾ ഒരു ഫോൺ മേടിച്ചില്ല ഉടനെ മക്കൾ ഇതിനെ വയലൻ്റ് ആകുന്നത് കൊച്ചിലേ മുതലേ അവർ ഇഷ്ടങ്ങൾക്ക് ചെയ്ത് കൊടുത്തു. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടികളൊക്കെ എൻ്റെ അടുത്തൊക്കെ കടയിലൊക്കെ വന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കും മോക്ക് ഇഷ്ടപ്പെട്ടോ, അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അമ്മയ്ക്ക്? 2 വയസ്സുള്ള കുഞ്ഞിന് എന്നെ അറിയാം. അപ്പോൾ ആ കുഞ്ഞ് ആ ഉടുപ്പിടുന്നുണ്ടെങ്കിൽ പറയും എനിക്കിഷ്ടമല്ല, കുഞ്ഞിനൊന്നും അറിയത്തില്ല, എനിക്കിഷ്ടമല്ല, വേറെ ഒരു ലൈനിൽ ചേരാത്ത ഇടും പറയും എനിക്കിത് മതി. അമ്മ കുഞ്ഞിനോട് 2 വയസ്സാകുമ്പോഴേ ചോദിക്കുകയാണ് കുഞ്ഞിന് ഇഷ്ടപ്പെട്ട, കുഞ്ഞിൻ്റെ ഇഷ്ടമാണ് എല്ലാം. കുഞ്ഞിന് വറുത്തത് പറഞ്ഞാൽ വറുത്തത് മതി, പൊരിച്ചത് പറഞ്ഞാൽ പൊരിച്ചത് മതി. ഞങ്ങളൊക്കെ ജീവിച്ചെന്ന് പറയാം എന്തോ കിട്ടും, വിശപ്പിന് വല്ലതും കിട്ടിയാൽ എന്നെ കിട്ടിയാൽ അത് കഴിക്കുന്നൊരു കാലമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും പോയി ജീവിക്കാൻ പറ്റും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റില്ല കേട്ടോ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടെ ദിനചര്യ 40 മാറിയാൽ അവർക്ക് പറ്റില്ല. ഒരു ദിവസം അവരിപ്പോൾ ഒരു ഫുഡ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ദിനചര്യയിൽ ഇങ്ങനെ വെച്ചിരിക്കുക, ഞാൻ 11 മണിക്ക് ഉണരും, ഞാൻ രാത്രി 3 മണിക്ക് ഉറങ്ങും. ഇതൊക്കെ ചിട്ടയാണ് ഇന്നത്തെ. അപ്പോൾ ഈ ചിട്ടകളൊക്കെ മാറി നമ്മളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അത് പേരൻസ് ചെറുപ്പത്തിലേ അവർക്ക് അങ്ങനെ കൊടുത്തു. മോനൊരു മുറി, ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങളമാരും ഞങ്ങളെല്ലാം ഒന്നിച്ച് കിടക്കുന്നത്, ഇന്നങ്ങനെയാണ് എല്ലാവർക്കും സെപ്പറേറ്റ് മുറി. സാഹചര്യം മാറി. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം വരെ അപ്പൻ്റെ അമ്മയുടെ കിടക്കും, പിന്നെ ഒരു റൂമിൽ എല്ലാ മക്കളും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പാവ വിരിച്ച് അവിടെ കിടക്കും. ഒരുമയുണ്ട്, കഴിക്കുമ്പോൾ ഒരുമയുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ആണെങ്കിൽ ഒരു ആര്യാസിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിച്ചാൽ നമ്മൾ ദോശ അങ്ങനെ എന്തെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ളതേ കഴിക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, തളർത്തും നമ്മളെ. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി. പക്ഷെ ഇപ്പം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ പറഞ്ഞ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് ആവശ്യമുള്ള. ഇന്നലെ ആര്യാസിൽ പോയിട്ട് ഒരു ഫാമിലി അവിടെ നിന്ന് കഴിക്കുന്നു. ഞാനാണെങ്കിൽ ഒരു ദോശ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു ഫാമിലിയിൽ അപ്പനും അമ്മയും 2 പെൺകുട്ടികളിരിക്കുന്നത്. ആ പെൺകുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടികൾ അവർ രണ്ടും അവരുടെ ഫോണിൽ, അപ്പൻ്റെ ഫോണിൽ, അമ്മയുടെ ഫോണിൽ, 2 കുട്ടികൾ അവരുടെ ഫോണിൽ. ഇവരിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ കഴിക്കുമ്പോഴെല്ലാം ഇത് ശ്രദ്ധിക്കണം. ഒരു കുടുംബ ബന്ധങ്ങളൊന്ന് കൂടിച്ചേരും. അവിടെ പോലും ഇവർക്ക് സംസാരിക്കാനൊന്നും ഇല്ല, എല്ലാവരും അവരവരുടെ ഫോണിലാണ്. അമ്മ കാരണം ഇവർ കാണിച്ചു കൊടുത്തത് അവരും കണ്ടേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരവരുടെ ഫോണിൽ. അപ്പോൾ ഫുഡ് വന്നു. അപ്പോൾ ഞാൻ സത്യം പറയും ഇന്നലെ ഞാൻ കഴിക്കുമല്ലോ, ഈ കാഴ്ച കാണുമായിരുന്നു. അപ്പോൾ ഈ ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കുട്ടി ഉണ്ടല്ലോ ഇതിനകത്ത് നോക്കിക്കൊണ്ട് അതിനകത്ത് ഓർമ്മ എടുത്തു, ഇങ്ങനെ കഴിക്കുന്നു, അത് കഴിച്ചുകൊണ്ട് ഇന്നത് കാണുന്നു, ആ കൈ കൊണ്ട് തന്നെ ഈ സാധനം ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്നു, കഴിക്കുന്നു. ഇത് വന്നത് എന്താണെന്ന് പോലും ആ കുട്ടി കണ്ടിട്ടില്ല. ഞാൻ ആ കുട്ടി തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു ഇതൊക്കെയാ കൗതുക കാഴ്ചകൾ. നമ്മൾ കൗതുകം കാണാൻ വേണ്ടി ദൂരെ പോകും വേണ്ട, നമ്മുടെ ചുറ്റിനും കൗതുകങ്ങൾ നിറഞ്ഞിരിക്കുക. ഞാനിത് കണ്ടപ്പോൾ ഒരു അപ്പനും അമ്മയും 4 പേര് കണ്ണല്ലേ അറിയാം, അപ്പനും അമ്മയും 2 പെൺമക്കളാണ്. ആ 2 പെൺകുട്ടി, ഒരു കുട്ടി ഒന്ന് നോക്കി എന്താ വന്നേക്കുന്നതെന്ന്, മറ്റേ കുട്ടി അതുപോലും ഇല്ല, ഇങ്ങനെ എടുത്തു ഫോണിൽ നോക്കിയത് കഴിച്ചു, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഞാനും ദോശ കഴിച്ചിട്ട് ഇറങ്ങി പോരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും മാറി. കാരണം അവരുടെ ലോകം ഫോണായി. ഞങ്ങളുടെ കാലത്ത് ഫോണില്ല. ഞങ്ങളുടെ കാലത്ത് ഇത്രയും ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പശു ഉണ്ടാവും, വീട്ടിൽ വിറവും അടുപ്പ് കത്തിക്കണമെങ്കിൽ നമ്മൾ കൊണ്ട് വെക്കണം, അല്ലെ അമ്മമാരുടെ കൂടെ നമ്മൾ പോകണം. ശരിക്കും എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മയാട്ടോ. എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക്കാണ്. അമ്മയാണ് എൻ്റെ അമ്മയാണ് ഭയങ്കര സ്ട്രോങ് ലീഡർ. ഇപ്പം അമ്മയില്ല, പക്ഷേ അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ റോൾ മോഡൽ. എന്ന് വെച്ചാൽ അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് വനിതകൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോരുത്തർ കാണുമ്പോൾ പറയും അവർ സെലിബ്രിറ്റി ഇങ്ങനെ അതല്ല, സെലിബ്രിറ്റി എൻ്റെ അമ്മയാണെന്ന് ഞാൻ പറയും. കാരണം ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചു. നമ്മൾ കാണുന്നത് നമ്മൾ ഈ സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുന്ന കുട്ടിയോട് എനിക്കത്തില്ല, നമ്മൾ പറയുന്ന സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ പറയും ഞാൻ എൻ്റെ സെലിബ്രിറ്റി. കാരണം ഞാൻ ഇത്രയും ത്യാഗത്തിലൂടെ ഞാൻ ഇത്രയും കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് കഷ്ടത്തിലൂടെ വന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ മീഡിയയുടെ മുന്നിൽ വന്ന ഒരാളല്ല. ഇന്ന് ഈ സ്റ്റോറി ഇവിടെ പറയണമെങ്കിൽ അതുപോലെ എനിക്ക് എൻ്റെ ജീവിതയാത്രയിലെ ബാല്യം മുതൽ, അത് ഈ 2018 വെള്ളപ്പൊക്കം മാത്രമല്ല കേട്ടോ, ബാല്യം മുതലുള്ള ഓരോ ജീവിത രീതികളുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇത്രയും ഒരു മനക്കെട്ടിയാണ്. ഇപ്പം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോ വീട്ടമ്മമാർക്കാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും, വീട്ടമ്മമാരെന്ന് പറയണ്ട, ഇപ്പം ആമ്പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു സൈഡ് ബിസിനസ് ചെയ്യാവുന്ന കോഴ്സുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത്. അത് 4 ദിവസം 3 ദിവസത്തെ കോഴ്സുകളാണെല്ലാം, സർട്ടിഫിക്കറ്റും കിട്ടും. അതിൽ എന്താ പറയുക, ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്നത് എന്ത് കോഴ്സാണ്? ഇപ്പം കൂടുതൽ ഇച്ചിരി ട്രെൻഡിൽ ഇപ്പം നിൽക്കുന്നത് ഹെയർ എക്സ്റ്റൻഷന്. ഹെയർ എക്സ്റ്റൻഷൻ വെറും 2 ദിവസം മതി പഠിക്കാൻ. 2 ദിവസം കൊണ്ട് പഠിക്കാം. അതിൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ പല സ്റ്റെപ്പുകളുണ്ട്, പല രീതിയിലുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. അത് നമ്മൾ തിയറി നോട്ടെല്ലാം കൊടുത്തതിന് ശേഷം കുട്ടികളെ അത് വെറും 2 ദിവസം കൊണ്ട്, 3-ാം ദിവസം അവർ വർക്ക് ചെയ്യും.
എന്റെ ചെയ്ത കുട്ടികളുണ്ട്. ഓക്കെ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെന്റും വരുന്നതല്ലേ? ഹെയർ എക്സ്റ്റൻഷൻ നല്ല പേയ്മെന്റ് കിട്ടും. ഒരു വീട്ടമ്മ ഒരു ഹെയർ എക്സ്റ്റൻഷൻ പഠിക്കാൻ ഒരു ദിവസം 2 ദിവസം മെനക്കെട്ടാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് ജോബായില്ലേ? പക്ഷെ 2 ദിവസം മെനക്കെടാനുള്ള മനസ്സ് വേണം. എനിക്ക് വീട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല, വീട്ടിൽ ഫുള്ള് ജോലി, വീട് അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ തീരാനുള്ളതേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ചില അമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഈ 2 മണിക്കൂർ ചെയ്യുന്ന ജോലി ചിലപ്പോൾ അവർ 4 മണിക്കൂർ 5 മണിക്കൂർ സമയം തീരുന്നില്ല. അപ്പം ഞാൻ പറയട്ടെ, വീട്ടമ്മമാർക്കൊക്കെ ഒന്നും പരിഭവിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വീട്ടമ്മമാരും എൻ്റെ അടുത്തോട്ട് വരട്ടെ, ഞാൻ അവരെ ഒരു കൈത്തൊഴിൽ, ഇതെല്ലാം ഒരു കൈത്തൊഴില, അവരൊക്കെ എൻ്റെ അടുത്ത് വന്നു, ഞാൻ പഠിപ്പിച്ചു വിടാം. 100% വീട്ടമ്മമാരുടെ വിദ്യാഭ്യാസം ഒന്നും വേണ്ട, ഒരു വിദ്യാഭ്യാസവും വേണ്ട. ഈ പഠിക്കാൻ താല്പര്യമുണ്ട്, ഏത് പ്രായം, ഇപ്പൊ 80 വയസ്സിലാണോ ആ അമ്മയ്ക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, ഞാൻ പഠിപ്പിക്കാം. ഒരു വിദ്യാഭ്യാസം ഇല്ലാണ്ട് നല്ല വരുമാനം നമുക്ക് ഉണ്ടാക്കാം ജീവിതത്തിൽ, അല്ലേ? നേരെ റോസ്ലിൻ മാഡത്തിന്റെ അടുത്തേക്ക് എത്തിയാൽ മതി. ഓക്കെ, അടിപൊളി. ഇത് ഇങ്ങനത്തെ അക്കാദമികളും ഇങ്ങനത്തെ കോഴ്സുകളുമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ. അക്കാദമിയില് ഞാനാണ് പഠിപ്പിക്കുന്നത്. സൈഡ് കുട്ടികളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഫാക്കൽറ്റീസ് ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നത് ഞാനാ. പഠിക്കാൻ വന്നാൽ അവർ അതിന്റെ നെഗറ്റീവും പോസിറ്റീവ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ഇതിന്റെ സൈഡ് വശം, ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ നല്ലതും മോശം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു മൈക്രോബ്ലീഡിംഗ് ചെയ്യുന്നുണ്ടാകുന്ന ദോഷഫലങ്ങള്, നല്ലത് എന്തൊക്കെ, ഇത് എങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തോ ചോദിച്ചോട്ടെ, അതെല്ലാം കറക്റ്റായിട്ട് എനിക്കത് അവരെങ്ങനെ ഏത് രീതി ചോദിച്ചാലും എനിക്ക് ആൻസർ ഉണ്ട്. അതാണ് ഈ അക്കാദമിനെ കുറിച്ച് ഇത്രയധികം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അടിപൊളി, വളരെ നല്ല. ഇനി എന്താണ് ഫ്യൂച്ചർ പ്രോഗ്രാമുകൾ? എന്താണ് ഫ്യൂച്ചർ പ്രോഗ്രാം വെച്ചാൽ ഇപ്പം എനിക്ക് ഇനിയും അടുത്ത ഒരു അപ്ഡേഷന് 1-2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിക്കണമല്ലോ, ആദ്യം ഞാൻ പഠിച്ച് അതിന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടല്ലേ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ടീച്ചർക്കല്ലേ നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എന്റെ മുന്നിൽ വരുന്ന 60-70 ഉള്ളതൊക്കെ എന്റെ കുട്ടികളാണ്, അമ്മമാരായിരിക്കും, പക്ഷെ എനിക്ക് കുട്ടികളെ അവരെ ഞാൻ ആ രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാണും. പല അക്കാഡമിയിലും ചെന്ന് പെട്ട് കഴിയുമ്പോണ്ടല്ലോ, അവർ പിന്നെ മനസ്സിലാക്കുന്നത് അവർക്ക് പറ്റത്തില്ല. കാരണം അവിടെ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല, തിരിച്ച് ചോദിക്കാൻ പറ്റത്തില്ല, ചോദിച്ചാലും ചിലപ്പം ആൻസർ കിട്ടണമെന്നില്ല. എൻ്റെ അടുത്ത് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചു 100% ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ആൻസർ ക്ലിയർ ആക്കി കൊടുക്കും. അടിപൊളി. ഇനി ഇതൊന്നും മാറ്റിയിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് എത്രയും എന്താ പറയുക, നാടുമായിട്ട് മണ്ണിനോട് ചേർന്ന് ജീവിച്ച ഒരാളാണെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ ഇവിടെയല്ല ആ ഭാഗങ്ങളിലെ ഭക്ഷണ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക, ചേമ്പ് പുഴുങ്ങി കഴിക്കാം, ചമ്മന്തിയും കൂട്ടി കഴിക്കാമെന്ന് ഞാൻ പഠിച്ചത് കോട്ടയത്ത് വന്നിട്ടാണ്. ഇങ്ങനെ പല കിഴങ്ങുകളും ഇതുപോലെ ചമ്മന്തിയും ഇതൊക്കെ അവിടെ അങ്ങനെ തന്നെയാണോ? എല്ലാവരും ആ നാട്ടിൽ അങ്ങനെയാണോ? അതെ അതെ അതെ. എൻ്റെ ബാല്യകാലത്തൊക്കെ ഞങ്ങൾ, അതായത് തണ്ണിത്തോടാന്നല്ലോ ഞാൻ പറഞ്ഞ, ഞാൻ എൻ്റെ സ്ഥലം, ഞാൻ അവിടുന്ന് കെട്ടിച്ചതാണ് അയിരൂരോട്ട്. പക്ഷേ അവിടെ എൻ്റെ ബാല്യകാലത്തൊക്കെ ഇന്നത്തെ പോലെ ഭക്ഷണ രീതികളൊന്നും അല്ല. അവിടെ ചേമ്പ് പുഴുങ്ങിയത്, കാച്ചില്, കപ്പ പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ രാവിലെ കഴിക്കുന്നത്. അല്ലല്ലോ പഴങ്കഞ്ഞി, എന്ത് നല്ല, അത് പഴങ്കഞ്ഞി കഴിച്ച് നോക്കിയാൽ ഉച്ച വരെ 4 മണി വരെ വിശക്കുകയല്ല. ഒരു പ്രശ്നം, നമ്മുടെ വയറ്റിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ അന്നത്തെ ദിവസം തലവേദന, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. നമ്മുടെ വയറ് ഓക്കെ ആണോ, നമ്മൾ കഴിച്ച ഭക്ഷണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എനർജറ്റിക് ആയിരിക്കും. എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നമില്ല, നോർമലാണ്. അടിപൊളി. അത് ഈ ഭക്ഷണ രീതിയിലാണ്. എൻ്റെ ഭക്ഷണ രീതി ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ടും എൻ്റെ 1-2 സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ചേന പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും കട്ടൻ കാപ്പി, എൻ്റെ മെയിൻ, ഞാൻ കട്ടൻ കാപ്പി കുടിക്കും കേട്ടോ. എല്ലാവരും പറഞ്ഞ് കട്ടൻ കാപ്പി കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ല, ചില ഡോക്ടർമാർ പറയും കട്ടൻ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് ഇവർ തിരിച്ചും മറിച്ചും പറയും, പക്ഷെ ഞാനതൊന്നും കേൾക്കാറില്ല. കട്ടൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രാവിലെ എൻ്റെ കട്ടൻ കാപ്പി, നല്ല കാപ്പിപ്പൊടി പൊടിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി ഉലുവയും കൊണ്ട് വറുത്ത് പൊടിച്ച് ചേർത്ത് അങ്ങോട്ട്, ഉലുവ നല്ല സ്ട്രോങ്, അത് കുടിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന്, ഉലുവ നല്ല സാധനമല്ലേ, ശരീരത്തിന് ഗുണമുള്ള ഉലുവയുടെ വറുത്ത് പൊടിച്ച് ചേർത്ത് നമ്മളത് രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചു നോക്കിയേ. മധുരം ഉപയോഗിക്കണ്ട, ട്രൈ ചെയ്യുക കട്ടൻ കാപ്പി. എന്നിട്ട് ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കട്ടനും ഒക്കെ കഴിച്ചു നോക്കിയേ. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. ഇപ്പോഴത്തെ ഫുഡൊക്കെ മാറി നിൽക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇവിടെ ഞാൻ ചേന പുഴുങ്ങി കൊടുത്തപ്പോൾ അവർ പറയണേ ഇത് ആദ്യമായിട്ട് കഴിക്കാം.
എറണാകുളത്തുള്ളവർക്കൊന്നും ഇത് അറിയില്ലെന്ന് തോന്നുന്നു. അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ചേന പുഴുങ്ങി ചമ്മന്തിയും കൂട്ടി കഴിക്കാതെ ഞാൻ അറിഞ്ഞത് കോട്ടയത്ത് വന്നപ്പോഴാണ്. അതാണ് ഞങ്ങളുടെ അങ്ങോട്ടുള്ള കിഴക്കൻ ഏരിയയിൽ ഭക്ഷണം ഇപ്പം മാറി കേട്ടോ. ഇപ്പം അടുത്തുള്ള കുട്ടികളൊക്കെ വെളിയിൽ പഠിക്കാൻ പോയിട്ട് ഇപ്പോൾ അവർക്ക് ബർഗറും ഇതൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എൻ്റെ ബാല്യകാലത്ത് ഇപ്പം എൻ്റെ ഏജിലുള്ളവരൊക്കെ ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നവരായിരിക്കാം. പുതിയ ഫുഡിനോട് എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ എവിടെ പോയാലും ഞാനിപ്പോൾ ഇത് എനിക്കത് വിഷയമല്ല. ഈ മന്തി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എനിക്ക് കാണുകയും വേണ്ട ആ സാധനം. ദൈവേ, ഞാൻ പറയട്ടെ, ഇപ്പം ഈ ചേന പുഴുക്കി കഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം ഇപ്പം ഇവിടെ എറണാകുളത്തുള്ളപ്പോൾ എവിടെ നിന്നാണ് നല്ല ചേനയൊക്കെ നോക്കി മേടിക്കണ്ടേ നമ്മള്? നല്ല ചേന ഇവിടെയും കിട്ടും, നാട്ടിൽ നിന്ന് കിട്ടും. നല്ല ചേന എന്ന് വെച്ചാൽ നമുക്ക് നല്ല നെയ്ച്ചേനയുണ്ട്. നെയ്ച്ചേന, ചേനയ്ക്കകത്ത് തന്നെ 2 വെറൈറ്റി ഉണ്ട്. വലുതും ചെറിയ ചേനയുണ്ട്, നെയ്ച്ചേന. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നല്ല പുഴുങ്ങിയ നല്ല നെയ്യ് പോലെ ഇരിക്കും. ഓ, ചെറിയ ചെറിയ ചേനയാണോ? വേഗാത്ത ടൈപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് നെയ്ച്ചേന ചെറിയ ചേന കിട്ടും. ആ ചേന കൊണ്ട് കട്ട് ചെയ്ത് പുഴുങ്ങണം. ആവിയിൽ പുഴുങ്ങിയ അതിലും സൂപ്പറാണ്. അതുപോലെ ചീമച്ചക്ക ഇല്ലേ, കടച്ചക്ക എന്ന് പറയുന്നത്, കടച്ചക്ക കൊണ്ട് പുഴുങ്ങി ഇച്ചിരി തേങ്ങാപ്പീരയൊക്കെ ഇട്ടുകൊണ്ട് കഴിച്ചു നോക്കിയേ, എന്തോ ടേസ്റ്റാ. ലോകത്തേക്കാണല്ലോ കൊണ്ടുപോണത്. ഇത് ഇവിടെ ഉള്ളവർക്കും എല്ലാം അറിയാമോ? അതങ്ങോട്ട് നല്ലതായിട്ട് ചെത്തിയിട്ട് കുറെ പീസാക്കിയിട്ട് ആവിയിൽ പുഴുങ്ങി ഇച്ചിരി തേങ്ങാപ്പീര അങ്ങോട്ട് പിഴിഞ്ഞ് തേങ്ങാപ്പാലും ഇച്ചിരി ഉപ്പൊക്കെ ഒഴിച്ചിട്ട് അതങ്ങോട്ട് എടുത്ത് ഇച്ചിരി കട്ടൻ കാപ്പി കൂട്ടി അങ്ങോട്ട് കഴിച്ചു നോക്കി. ഞാൻ എന്തായാലും വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും മാഡം, ഭയങ്കര സന്തോഷം. കാരണം ഒരു അതിജീവനത്തിന്റെ കഥ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ് ഞാൻ കേട്ടെ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഡം പറഞ്ഞൊരു വാക്ക് തന്നെയാണ്, ഇതെല്ലാവരും കേൾക്കണം. നമുക്ക് ജീവിക്കാനുള്ളത് നമ്മുടെ ചുറ്റിലും തന്നെയുണ്ട്. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനുള്ള പൈസ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അങ്ങ് ഇറങ്ങുക, അല്ലേ? വേണമെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ച് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മോട്ടിവേഷൻ സ്പീക്ക് പറയുന്ന പലരും അവർ പറയുന്നത് സക്സസ് എന്ന് പറഞ്ഞാൽ പറയും ക്യാഷാണ്. ക്യാഷാണോ സക്സസ്? ആണോ? എത്രയോ ക്യാഷ് ഉള്ളവരുണ്ട് ജീവിതത്തിൽ, ഒന്നും ചെയ്യാൻ ഗതിയില്ല, കാശുണ്ട് പക്ഷെ എടുക്കാനും ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ കിടക്കുന്ന എത്ര പേരുണ്ട്. ക്യാഷ് സക്സസ് ആണെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ പറയും ഹെൽത്താണ്. എൻ്റെ വെൽത്ത് എന്ന് പറയാം എൻ്റെ ഹെൽത്താണ്. ഞാൻ ഭയങ്കര കോടീശ്വരിയാണ്, അതറിയാമോ? കാരണം ഞാൻ ഹെൽത്ത് കൊണ്ട് കോടീശ്വരിയാണ്. വെൽത്ത് കൊണ്ടല്ല. വെൽത്ത് എന്തിനാ ചോദിച്ചാൽ നമുക്ക് ഈ വെൽത്ത് വേണം, പക്ഷേ ഹെൽത്ത് ഇല്ലാതെ വെൽത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ ഓടുവാണ്, ആഹാരം കഴിക്കത്തില്ല, ഇങ്ങനെ ഓട്ടമാണ്. ഒരു ഫോക്കസ് ഉള്ള ക്യാഷ് ഉണ്ടാക്കണം. ഈ പോകുമ്പോൾ നമ്മുടെ ദിനചര്യകളും നമ്മുടെ ആരോഗ്യം നോക്കുന്നില്ല, ഉറക്കമില്ല, ഊണില്ല, ക്യാഷ് ക്യാഷ് ക്യാഷ്. എനിക്ക് ആരെയും വേണ്ട, അവരെ വേണ്ട, ഇവരും വേണ്ട, എനിക്കിങ്ങനെ അങ്ങ് പോകണം. അപ്പോൾ ഈ ചെറിയ വണ്ടികളെ, സൈഡിൽ കൂടെ വണ്ടികളെ നമ്മൾ ഊട്ടി മറിച്ചിട്ട് നമുക്കങ്ങ് പോകണം. പക്ഷെ അതല്ല, സമാധാനമായിട്ട് പോകണം. അവർക്കൂടെ ജീവിക്കാനുള്ള അവസരം കൊടുത്ത് അങ്ങനെ പോകണമെന്ന് ഞാൻ പറയുന്നത്. സമാധാനവും സന്തോഷവുമാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുമ്പോൾ. നമുക്ക് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അല്ല, നമ്മൾ ലോകത്തിലൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. നമ്മൾ വെറും കൈയോടെ വന്നു വെറും കൈയോടെ പോകും, അല്ലേ? അതിനിടയ്ക്ക് കുറേ ഞാൻ പറയുന്നത് ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ഞാൻ എക്സോഡസ് എന്ന് പറയാം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇട്ട പേര്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് സ്ഥാപനം ഞാൻ ആ പേരിടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന പേര് എക്സോഡസ് എന്നുള്ള, അതൊരു പേര് തന്നെ ഒരു പലായനം അല്ലെങ്കിൽ ഒരു പുറപ്പാട്, അതൊക്കെയാണ്. ഞാനൊരു വേറൊരു കാര്യത്തിലേക്ക് പുറപ്പെട്ടു. ഒന്നിൽ നിന്ന് വർഷങ്ങളോളം ചെയ്തുകൊണ്ട് ബൊട്ടിക് എന്നതിൽ നിന്ന് ഞാൻ അടുത്തിലേക്ക് പുറപ്പെട്ടു. അപ്പം എൻ്റെ പുറപ്പാട് യാത്രയാണ്. യാത്ര തീരുന്നോ? ഇല്ല. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമുക്കിതിനൊരു യാത്രയ്ക്ക് അവസാനം നമ്മുടെ മരണമാണ്. അതുവരെയുള്ള ജീവിതം സക്സസ് ആണോ? സമാധാനമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരും ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സക്സസ്. അല്ല, പണം സക്സസ് ആവത്തില്ല. പണം കൊണ്ട് എത്ര പേര് പണമുണ്ട്, പക്ഷേ സമാധാനം ഇല്ല, മക്കളെ കൊണ്ട് സമാധാനം ഇല്ല, കുടുംബ സമാധാനം, അസുഖങ്ങൾ, പക്ഷെ അവർ ഹെൽത്ത് നോക്കുന്നില്ല. ഞാനിവിടെ ഒരു മന്ത്രി, അതായത് ആരോഗ്യമന്ത്രി ആയാലും ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നറിയോ? ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ ഇവിടെ പറയാൻ പാടുണ്ടോ? ആരോഗ്യമന്ത്രി ഇവിടെ പറയാൻ പാടുള്ളൂ. ഞാനൊരു ആരോഗ്യമന്ത്രി ആവണുണ്ടല്ലോ, ഞാൻ ആദ്യം കേരളത്തിലെ ആൾക്കാരുടെ ഹെൽത്ത് ആയിരിക്കും നോക്കുന്നത്. ഞാൻ എത്ര തരിശു ഭൂമികളാണ് സർക്കാരിൻ്റെ ഇവിടെ കിടക്കുന്നത്. അതൊക്കെ ചെറുപ്പക്കാർക്ക് അവർക്ക് നല്ല സാലറി കൊടുത്ത് അവരെ വെളിയിൽ വിടാതെ അവരെ ഇവിടെ തന്നെ പിടിച്ച് നിർത്തണം. അത്ര ഭൂമികളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി അവർക്ക് നല്ല സാലറി കൊടുക്കണം. ചുമ്മാടുകൾ അത് സർക്കാരിൻ്റെ, ഇത് സർക്കാരിൻ്റെ. അവിടെ തൊടാൻ പാടില്ല, ഇവിടെ തൊടാൻ പാടില്ല. അഥവാ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരു ലോൺ, ഒരു പാവപ്പെട്ടവൻ ചെന്ന് ഒരു കൃഷി ചെയ്യണം, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ലീസിന് എടുത്തിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന ഉടനെ പറയുന്നത് അതെ, നിങ്ങൾ ആ നോട്ടീസ് കൊണ്ട്, ആ പേപ്പർ കൊണ്ട്, ഈ കരമടച്ചു. അതിന് ഭൂമി ഇല്ലാത്തവനായിരിക്കും. അപ്പോൾ ഭൂമി ഇല്ലാത്തവൻ ജീവിക്കണ്ടേ? അങ്ങനെ നമ്മൾ അവരെ കൃഷി, നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല ഫുഡ് നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്ത്, നമ്മുടെ സമ്പത്ത് എന്തുവാ? ഈ ജനങ്ങളാണ്.
പണ്ടൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ എല്ലാവരോടും ദേഷ്യമാണ്, എന്തോ പക വന്നപ്പം പറഞ്ഞ, ഞാനും എൻ്റെ ചക്ക് കാളെ മതി. അപ്പോൾ ഈ ചക്ക ആട്ടുന്ന ഈ വെളിച്ചെണ്ണ ആര് കൊണ്ടു എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ചിന്തയല്ല. നമ്മൾ ഇവരെ എല്ലാം ഒന്നിച്ച് കൂട്ടി അവരുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ഇവിടുത്തെ ആൾക്കാർ എന്തുകൊണ്ട് വെളിയിൽ പോകുന്നത്? ഇവർക്ക് നല്ല രീതിയിൽ ജോലി കിട്ടുന്നില്ല, ഇവിടെ അവർക്ക് ഒരു ജീവിത സാഹചര്യം ഒന്നും ഒരു സെറ്റാവുന്നത്. ചിലപ്പോൾ ലോണിന് അപേക്ഷിച്ചിട്ട് 10 പ്രാവശ്യം അപേക്ഷിച്ചിട്ട് കിട്ടാതെ വരുന്ന സാഹചര്യത്തിലായിരിക്കും ഇവർ മടുത്തായിരിക്കും പോകുന്നത്. ലോൺ തരാമെന്നൊക്കെ സർക്കാർ ഇങ്ങനെ പറയും, പല ഇതും കണ്ടിട്ട് അവർ ചെല്ലും. അപ്പോൾ പറയും ഭൂമി ഇല്ലാത്തവൻ ചെല്ലുമ്പോൾ അവന് ഭൂമി ഇല്ലാത്തവന് ലോണില്ല, അവൻ്റെ കുറ്റമാണ് ഭൂമി ഇല്ലാതെ പോയത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അങ്ങനെയുള്ളവർക്ക് ഉത്സാഹമുള്ളവർ വരുമ്പം അവരെ മനസ്സിലാക്കാൻ പറ്റണം സർക്കാരിന്. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി അങ്ങനെയുള്ളവർക്ക് അതിനുള്ള ആ ഒരു വേദി ഒന്ന് ഒരുക്കി കൊടുക്കുക. അവരൊന്ന് നാടകം ആടുമോ ഇല്ലെന്നുള്ളത് അന്ന് തട്ടിൽ കയറ്റില്ലേ പറ്റുള്ളൂ. തട്ടിൽ കയറ്റിയില്ലാതെ നിന്നെ കൂടെ പറ്റത്തില്ല, നീ കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ 10 പ്രാവശ്യം പറയുമ്പോൾ അവനോർക്കും. നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തൊരു പെട്ടെന്ന് ഡൗൺ ആവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ എനിക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ട്. ഇപ്പം മോട്ടിവേഷൻ്റെ പുറകെ പോകുന്നവരെല്ലാം സെൽഫായിട്ട് മോട്ടിവേഷൻ ഇല്ല. നമുക്കെല്ലാം ഉള്ളിൽ നമുക്കിപ്പോൾ ഒരു വണ്ടി വരും ഇടിക്കുമെന്ന് അറിയാം, നമുക്ക് ഉള്ളിൽ തോന്നിയില്ലേ? അത് നമ്മൾ മാറി നിൽക്കണം. ഇപ്പോൾ വണ്ടി വരും, അതേതായാലും ഇടിക്കാൻ വരുന്നതല്ല, അങ്ങ് ഇടിച്ചോട്ടെ നമ്മൾ നിന്ന് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, മാറിക്ക് വണ്ടി വരുന്നു ഇടിക്കും. അങ്ങനെ സെൽഫ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതാണ് മോട്ടിവേഷൻ. നമ്മുടെ തോമസ് എഡിസണ് ബൾബ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ ആളല്ലേ, അത് 1879 തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അന്ന് ബൾബ് കണ്ടുപിടിച്ചപ്പോൾ പല പ്രാവശ്യം പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്കൂളിൽ നിന്ന് വരെ പുറത്താക്കി, ഒരുപാട് പരാജയപ്പെട്ട് ഒടുവിൽ പുള്ളി ആ പരാജയം പുള്ളിയുടെ മോട്ടിവേഷനായി. അന്ന് ആരെങ്കിലും മോട്ടിവേഷൻ എടുക്കണ്ടായിരുന്നോ? ഞാൻ ഈ മോട്ടിവേഷന് എതിരല്ല, പക്ഷേ മോട്ടിവേഷൻ എനിക്കറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 15 വർഷമായിട്ട് മോട്ടിവേഷൻ സ്ഥിരം കേൾക്കുന്ന ആളാണ്. മോട്ടിവേഷൻ്റെ ആളാണ്. എവിടെ ഉണ്ടെങ്കിലും ക്യാഷ് കൊടുക്കും, നടത്തുന്നവർക്ക് ഉപജീവന മാർഗവും. അവരിത് പറഞ്ഞു പോയി. പക്ഷേ എന്നാ ചോദിച്ചാൽ ഈ ചെല്ലുന്നവർ ഒരിക്കലും വളരെ ചുരുക്കം 100 പേര് എന്നാലിപ്പോൾ 5 പേരായിരിക്കും അതിനകത്ത് ഒരു മോട്ടിവേറ്റ് ആകുന്നത്. ചിലപ്പോൾ നമ്മൾ ഹാളിലിരിക്കും. ഞാൻ ഒരു മോട്ടിവേഷൻ കേട്ടു, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടോ. ഈ മോട്ടിവേഷൻ്റെ കുറ്റം പറയാം, ചിലർക്കൊക്കെ ഇതുണ്ടായാലും ജീവിക്കാൻ പറ്റുള്ളൂ. എന്നും മോട്ടിവേഷൻ കൊടുക്കണം, ഇങ്ങനെ ഉന്തി കൊടുക്കേണ്ടവരുണ്ട്. ചിലർക്ക് ഒരു ചെറിയ സ്പാർക്ക് ജീവിതത്തിൽ ടേൺ ആവാൻ, എന്തെങ്കിലും ചെറിയ ഇൻസിഡൻറ്റിൽ അവർ പെട്ടെന്ന് ടേൺ ആയിട്ട് അത് ഗതി മാറ്റും അവർ. ഇപ്പം നമ്മൾ തന്നെ കണ്ണാടി നോക്കിയിട്ട്, റോസ്ലി നീ ഇങ്ങനെ പോരാ, നിനക്ക് കുറേ കഴിവുകളുണ്ട്, നീ രക്ഷപ്പെടണം. നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കാമല്ലോ. നമ്മുടെ ഏറ്റവും നല്ല മോട്ടിവേഷൻ നമ്മളാണ്. ഞാനൊരു മോട്ടിവേഷൻ അങ്ങനെ ഒരെണ്ണത്തിന് പോയപ്പോൾ എനിക്കിത് പറ്റില്ല, എനിക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല. ഞാൻ ഒരു മോട്ടിവേഷന് പോയത് എന്താ നടക്കുന്നത് കാണാൻ വേണ്ടി ഒരിക്കൽ പോയിട്ടുണ്ട്. കാരണം ഇത് എന്തോന്ന് അറിയണ്ടേ. നമ്മൾ അവരെ പറയുമ്പോൾ ഇത് എന്താണെന്ന് നേരിട്ട് അറിയാതെ നമ്മൾ ചിലപ്പം ഇച്ചിരി എന്തെങ്കിലും കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു, നിനക്ക് എന്തിനാ മോട്ടിവേഷൻ? നിൻ്റെ മോട്ടിവേഷൻ ഞാൻ കണ്ടായിട്ട് നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, നിനക്ക് തന്നെ നമ്മൾ തന്നെ നോക്കി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് തന്നെ മിററിൽ നിന്നുകൊണ്ടല്ല, നമ്മൾ നമ്മളോട് സംസാരിക്കണം. നീ പോകുന്ന വഴി ശരിയല്ല, നമുക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റണം. അല്ല നമ്മൾ വേറെ ആൾ പറഞ്ഞ ആ ഹോളിൽ വെച്ച് നമ്മളിങ്ങനെ ഭയങ്കര സ്പീഡാകുമോ, അവിടെ പറഞ്ഞ ആ ഭയങ്കര ഒരു ത്രില്ലിൽ ഇങ്ങോട്ട് ഇറങ്ങും, ഞാൻ ഇങ്ങോട്ട് ചെന്ന ഉടനെ മല മറിക്കും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഹോളിലിരുന്ന് നമ്മളങ്ങ് മോട്ടിവേഷൻ ആവും. അവിടുന്ന് ഹോളിൽ നിന്ന് ഇറങ്ങി കഴിയുന്ന മോട്ടിവേഷൻ ഇച്ചിരി താന്നു. പിന്നെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ബാക്കി ഭാര്യ അല്ലെ ഭർത്താവ് ആരെ എന്തെങ്കിലും പറഞ്ഞാൽ മക്കളെന്തെങ്കിലും പറഞ്ഞ് മോട്ടിവേഷൻ ബാക്കി താണു. പിറ്റേ ദിവസം പറഞ്ഞാൽ എന്നെ മോട്ടിവേഷന് അതൊക്കെ ചിലർക്ക് എനിക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല, പോയി. അല്ല ഒന്ന് ഓർത്ത് നോക്കിയാൽ ചിലപ്പോൾ അവിടെ വെച്ച് നല്ല ത്രില്ലായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മോട്ടിവേഷൻ അങ്ങ് പോയി. പിന്നെ അടുത്ത മോട്ടിവേഷന് പോകാൻ നിൽക്കുക. ഇപ്പം കേരളത്തിൽ മോട്ടിവേഷൻ ഇല്ലാതെ പറ്റത്തില്ല, കാരണം അവരും വളരണ്ടേ. അപ്പം നമ്മുടെ ഒരുപാട് മോട്ടിവേഷൻ ആൾക്കാരുണ്ടല്ലോ. സക്സസ് എന്ന് പറഞ്ഞാൽ പണമാണ് സക്സസ്, ഇതാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർ ഈ പണത്തിന് വേണ്ടി കൊല്ലും എല്ലാം നടത്തുക, കാരണം പണം വേണം. സക്സസ് എന്ന് പറഞ്ഞാൽ പണമാണ്. അവനെ കൊന്നെങ്കിൽ എനിക്ക് പണം കിട്ടുന്നത് ഞാൻ കൊല്ലും, കാരണം സക്സസ് പണം വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സക്സസ് എന്ന് പറഞ്ഞാൽ പണം അല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങുകയും ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് സക്സസ്. നമുക്ക് പണം വേണം, പണത്തിന് വേണ്ടി പിന്നാലെ ഇങ്ങനെ ഓടി തളർന്നേണ്ട ആവശ്യമില്ല. നമുക്ക് ജീവിക്കാനുള്ള പണം മതി. നമുക്ക് ഒരുപാട് മോഹങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ എനിക്ക് അത് വേണം, എനിക്ക് മറ്റേ കാറ് വേണം, അത് വേണം, ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ മെനയുമ്പോഴാണ് നമുക്ക് എന്താ അതിനു വേണ്ടി നമുക്ക് ഇത് മതിയെന്നേ. എനിക്ക് ഇന്ന വണ്ടി ഉണ്ടെങ്കിലേ ഞാൻ റിച്ചാന്ന് അറിയത്തുള്ളൂ. വണ്ടി രണ്ടും ഓടി അങ്ങ് എത്തും, അത് റിച്ചായിട്ട് കുറച്ച് ലക്ഷറിലെത്തും, മറ്റേ വണ്ടി എത്തും ചിലപ്പോൾ 10 മിനിറ്റ് താമസിച്ചെത്തുമായിരിക്കും, പക്ഷെ എത്തോടെ വണ്ടിയുടെ ഉദ്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അവരെ പോലെ ആകാനും ഇവരെ പോലെ ആകാനും ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്. ഞാനാകാൻ ശ്രമിക്കുക,
ഞാൻ എന്നിലൂടെ എന്നെ കണ്ട് എന്നെ സെൽഫായിട്ട് മോട്ടിവേഷനാക്കി പറ്റുമെങ്കിൽ നമ്മളുള്ളവരെ കൂടെ കൂടെ ഉള്ളവരെ കൂടെ നമ്മൾ അങ്ങനെ ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരൊക്കെ പറയും റോസിയോട് സംസാരിക്കുമ്പം കുറച്ച് നല്ല ഒരു പോസിറ്റീവ് എനർജി ആണെന്ന് പറയാം. അവർ പോകുമ്പോഴത്തേനും ചാർജായിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പണമല്ല മുഖ്യം. പണം മുഖ്യമാണെന്ന് പറഞ്ഞ് ഓടുന്നവർക്ക് സമാധാനമില്ല. ശരിക്കും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു അക്കാഡമി നടത്തുന്നുണ്ട്, നമ്മളതിന് ഫീസ് മേടിക്കുന്നുണ്ട്, നമ്മുടെ ഉപജീവന മാർഗം അല്ല. ഞാനിപ്പം എനിക്ക് കേരളത്തിൽ മൊത്തം എൻ്റെ പേരിൽ അക്കാഡമി വേണം. അതിന് വേണ്ടി ഞാൻ കുറേ കടം എടുത്ത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പ്രശ്നങ്ങൾ പോയില്ലേ, സമാധാനം പോയില്ലേ തീർച്ചയായിട്ടും എന്നും പറഞ്ഞ് ഇപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ്. അല്ലല്ലോ, അങ്ങനെ ആഗ്രഹമുള്ളവർ ചെയ്യുന്നുണ്ട്. അവരേത് സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ എനിക്ക് സമാധാനം എന്ന് പറയുന്നത് എൻ്റെ വഴിയിൽ സമാധാന അന്തരീക്ഷത്തിൽ പോവുക എന്ന് വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോവുക, അത്രേ ഉള്ളൂ. ഞാനല്ലാതെ അതാണ് എൻ്റെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. എന്തായാലും ഒരുപാട് സംസാരിക്കണം, ഇനി ഒരുപാട് പറഞ്ഞു പോകാനുണ്ട്. എന്തായാലും എൻ്റെ ഇതൊന്നും തീരത്തില്ല കേട്ടോ. ഇല്ല, നോക്കിയിരിക്കാം. ഇനിയും ഒരു ഇരിപ്പിരിക്കും. എന്തായാലും എനിക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഈ അക്കാഡമി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. കാരണം ഒരുപാട് ആളുകൾക്ക് ഉപജീവനമായിട്ട് ഒരു കൈത്തൊഴിൽ ഒരു 3-4 ദിവസം കൊണ്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടാവുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഞാൻ കേരളത്തിലെ എല്ലാ ചെറിയ കുട്ടികളോടും അതായത് +2 കഴിഞ്ഞ് എന്ത് പഠിക്കണം, നിങ്ങൾ പോയി 3-4 വർഷം അത് പഠിച്ച് ഇത് പഠിച്ച് മറ്റൊക്കെ പഠിച്ചോ, പേരിന് നിങ്ങൾ MBAയോ MA എന്തൊക്കെയല്ലേ എടുത്തോ. പക്ഷെ എല്ലാം പഠിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്താ, പൈസയ്ക്ക് വേണ്ടിയില്ലേ? ക്യാഷ് ആണല്ലോ മുഖ്യം. ചിലർക്ക് പേരായിരിക്കും, ഞാൻ MBA കാരിയാണ്, ഞാൻ MA ആണ്, അല്ല ഞാൻ ഡോക്ടറാണ്. ആ പേരായിരിക്കും ചിലർക്ക് മുഖ്യം. അങ്ങനെയുള്ളവർ പഠിച്ചോട്ടെ. ക്യാഷാണ് ജീവിതത്തിൽ വേണമെന്നുള്ളവരൊക്കെ ഇതുപോലത്തെ ചെറിയ തൊഴിൽ പഠിച്ച് അവരെക്കാട്ടിലും കാശ് ഉണ്ടാക്കാവുന്ന ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയും. കാശാണ് നമുക്ക് ജീവിക്കാൻ, കാശ് വേണം അല്ലേ? അങ്ങനെ വേണ്ടിയവർക്ക് ഇങ്ങനെയുള്ള തൊഴിലുകൾ 3-4 ദിവസത്തെ അല്ല 5 ദിവസത്തെ 10 ദിവസത്തെ കോഴ്സ്. എൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ 10 ദിവസത്തെ കോഴ്സേ ഉള്ളൂ. 5 ദിവസം 3 ദിവസം 4 ദിവസം 10 ദിവസം ഇത്രയും ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന കോഴ്സുകളാണ് എനിക്കുള്ളത്. അല്ലാതെ വർഷങ്ങളൊന്നുമില്ല, വലിയ ഫീസില്ല. ഏത് വീട്ടമ്മമാർക്ക് എൻ്റെ അടുത്ത് വരാം, പഠിക്കാം. കൊച്ചു പിള്ളേർക്ക് വരാൻ പഠിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കൊന്നുമില്ല, എന്നെ ആരും സഹായിക്കാനില്ല. ആര് സഹായിക്കാൻ വരും? ആരും വരത്തില്ല. അപ്പം നമുക്ക് വേണ്ടത് ഉണ്ട്. ഞാൻ കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി പഠിച്ചത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് പഠിക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാം കൂടെ ഉൾപ്പെടുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കണ്ടെത്തിയില്ല. അപ്പോൾ ഞാൻ നേരെ ബാംഗ്ലൂർ വിട്ടു. ഇപ്പോഴും അവിടെ പോയി പഠിച്ചിട്ട് വരുന്നത്. എന്തായാലും ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ അക്കാഡമിയിലേക്ക് ധൈര്യമായിട്ട് വരാം. എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് പഠിച്ചു, എങ്ങനെ പഠിച്ചു. നമ്മൾ കുറേ ചില വർഷങ്ങൾ പഠിക്കും, ഒന്നും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ പഠിച്ച, ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഡോക്ടറാണ് ആൾ. ഞാൻ പ്രീ ഡിഗ്രിക്കാരിയാണേ. ആ ഡോക്ടർ അവിടുന്ന് എൻ്റെ കൂടെ ഒന്നിച്ച് ഒരു ബാച്ച് പഠിച്ചിറങ്ങിയിട്ട് അതിന് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് വീണ്ടും എൻ്റെ അടുത്ത് പഠിച്ചു. അതെൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റാണ്. അടിപൊളി. കാരണം ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആള് അവിടെ പഠിച്ച തിയറിയിലൊക്കെ അവർ നല്ല സക്സസ് ആയി. രാത്രി ഇന്ന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ തിയറി വേണം, കാര്യങ്ങൾ അറിയണം, പക്ഷെ പ്രാക്ടിക്കൽ, നമ്മൾ പ്രാക്ടീസാണ് നമ്മുടെ വലുത്. പ്രാക്ടിക്കൽ ഇല്ലാതെ ഒരു കാര്യമില്ല. അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ തിയറി മാത്രം പഠിച്ചിട്ട് എന്താ കാര്യം? തിയറി പഠിച്ചിരുന്ന് കാണാപ്പാടെ ഇന്ന് പഠിക്കുക, എഴുതുക, മാർക്ക് മേടിക്കുക, വീട്ടിലിരിക്കുക. പക്ഷേ ഇവർ മൈക്രോ ബ്രെയിനിന് ഒരു ബ്ലേഡ് കൊടുത്താൽ ഇവർ കൈ വിറയ്ക്കും ചെയ്യാൻ. പ്രാക്ടീസ് വേണം. അപ്പോൾ പ്രാക്ടീസ് വേണ്ടിയോണ്ട് ആ ആളിനെ തിയറിയിൽ ഫസ്റ്റ് മേടിച്ചു, ഞാൻ പ്രാക്ടിക്കലിൽ ഫസ്റ്റ് മേടിച്ചു. 2 മാസം കഴിഞ്ഞ് പറഞ്ഞു എനിക്കൊന്ന് പഠിക്കണം. റോസിൻ്റെ അടുത്തോട് ഞാൻ വരട്ടെ, ഒരു 2 ആഴ്ച ഒന്ന് പഠിക്കട്ടെ എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 2 ആഴ്ച ഇവിടെ ഹോട്ടലിൽ താമസിച്ച് എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന് പഠിച്ചിരുന്നിട്ട് പോയി. അതിൽക്കുള്ള അച്ചീവ്മെന്റ് എനിക്ക് എന്താ വേണ്ടത്? സത്യം അല്ലേ? അതൊക്കെ മനസ്സിലായില്ല. വിദ്യാഭ്യാസം കൊണ്ടല്ല കാര്യം, പ്രാക്ടിക്കൽ. ചിലപ്പം ചിലർക്ക് നമ്മൾ കഴിവില്ല എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ ഐഡിയ നമ്മളെക്കാട്ടി കാണും. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിയറി കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം അറിയാൻ മാത്രം അവിടെ വെച്ചേക്കുക. ഡൗട്ട് വരുമ്പോൾ നോക്കുക, അതാണ് ഞാൻ ചെയ്ത് തെറ്റുണ്ടോ. പ്രാക്ടീസാണ് ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറയുന്നവർ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരിക. ആവശ്യത്തേക്ക് കൂടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയി കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സ്ഥാപനത്തിനും മാഡത്തിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. എന്തായാലും ഒരുപാട് സക്സസ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.